ഹലോ, എല്ലാവർക്കും ജനുവരി 22 മുതൽ 28 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ പറയുന്ന പത്രക്കുറിപ്പുകൾ ജനുവരി 22 മുതൽ 28 വരെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ മാക്സിമ PSC എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇതിന്റെ നോട്ട്സ് അവൈലബിൾ ആകുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം? വളരെ പെട്ടെന്ന് കാര്യങ്ങളൊന്ന് പഠിച്ചു പോകാം. ഒന്നാമത്തെ കാര്യം, 2024 ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന് ഉത്തരവിറക്കിയ സ്റ്റേറ്റ് ഏതാണ്? കേരളമാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് എന്ത് വേണമെന്നില്ല? ഈ പറയുന്ന പഞ്ചിങ് ബാധകമല്ല എന്ന് പറയുന്ന ഉത്തരവിറക്കിയത് കേരളയാണ്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, കേരളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് കൃത്യമായ രീതിയിൽ പഠിച്ചു വെക്കണം. സാധാരണ രീതിയിൽ എല്ലാത്തിലും കേരളം മുന്നിലായിരിക്കും. അപ്പോ കേരളം പെടാത്ത ഏതെങ്കിലും മേഖലകളുണ്ടോ? ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഈ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്റ്റേറ്റ് അല്ലെങ്കിൽ ഉത്തരവിറക്കിയിരിക്കുന്ന സ്റ്റേറ്റ് കേരളമാണ്. അടുത്തൊരു കാര്യം, ഒറ്റിക്കൊടുത്താലും എൻ സ്നേഹമേ എന്ന് പറയുന്ന കവിത അത് ആരുടേതാണ്? പ്രഭ വർമ്മയുടേതാണ്. ഓക്കെ, അപ്പൊ പ്രഭ വർമ്മയുടേതാണ് ഒറ്റിക്കൊടുത്താലും എൻ സ്നേഹമേ എന്ന് പറയുന്ന കവിതാ സമാഹാരം ആരുടേതാണ്? അത് പ്രഭ വർമ്മയുടേതാണ്. ഓക്കെ, ഇനി മന്നത്ത് പത്മനാഭന്റെ ജീവിതവും പ്രവർത്തനങ്ങളും ആസ്പദമാക്കി NSS പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? ശ്രീ മന്നത്ത് പത്മനാഭൻ ലിവിങ് ബിയോണ്ട് ദി ഏജസ് എന്ന് പറയുന്ന ശ്രീ മന്നത്ത് പത്മനാഭൻ ലിവിങ് ബിയോണ്ട് ദി ഏജസ് എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിനെ കുറിച്ച് NSS പുറത്തിറക്കിയ പുസ്തകം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ പറയുന്ന കവിതാ സമാഹാരം ആരുടേതാണ്? പ്രഭാ വർമ്മയുടേതാണ്. മന്നത്ത് പത്മനാഭന്റെ ജീവിതവും പ്രവർത്തനങ്ങളും ആസ്പദമാക്കി NSS പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പേരാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ ലിവിങ് ബിയോണ്ട് ദി ഏജസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു കാര്യം, കേരള ഡിജിറ്റൽ സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച AI അധിഷ്ഠിത പ്രോസസ്സറിന്റെ പേരെന്താണ്? കൈരളി എന്ന് പറയും. ഓക്കെ, അപ്പൊ കേരള ഡിജിറ്റൽ സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച, കേരളം കൈരളി എന്ന് പറയാറില്ലേ? ഓക്കെ, കേരളത്തെ കൈരളി എന്ന് വിശേഷിപ്പിക്കാറുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഡിജിറ്റൽ സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി AI അധിഷ്ഠിത പ്രോസസ്സിന്റെ പേരെന്താണ്? കൈരളി എന്ന് പറയും. ഓക്കെ, വെളിച്ചം വിളക്കു തേടുന്നു എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? AK പുതുശ്ശേരിയാണ്. ആരാണ്? വെളിച്ചം വിളക്കു തേടുന്നു എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? AK പുതുശ്ശേരിയാണ്. ഓക്കെ, ദെൻ മൃഗങ്ങൾ, സസ്യങ്ങൾ, മനുഷ്യർ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതി. അവ മൃഗങ്ങളുണ്ട്, സസ്യങ്ങളുണ്ട്, മനുഷ്യരുണ്ട്. അപ്പൊ ഇവിടെ പ്ലാന്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ആനിമൽസ് ഉണ്ട്, അതേപോലെ തന്നെ ഹ്യൂമൻസ് ഉണ്ട്. ഈ പറയുന്ന മൂന്നാളുകളുടെയും ഏകാരോഗ്യ പദ്ധതി. അപ്പൊ എല്ലാവരുടെയും ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയുടെ പേരാണ് ഏകാരോഗ്യ പദ്ധതി. അപ്പൊ എല്ലാവരെയും ഒരേ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഏകാരോഗ്യ പദ്ധതി. അടുത്തൊരു കാര്യം, ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കുന്ന സ്പേസ് നിലയം ഏതാണ്? ഭാരതീയ അന്തരീക്ഷ ഭവൻ. അപ്പൊ ഭാരതീയ സ്പേസ് സെന്റർ എന്ന് പറയും അന്തരീക്ഷ ഭവൻ. കാരണം ഇപ്പൊ റീസെന്റ് ആയിട്ട് കൂടുതലും നാമങ്ങൾ ഹിന്ദിയിലാണല്ലോ വരുന്നത്. ഓക്കെ, ഇപ്പൊ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ ബിൽ. ഓക്കെ, അപ്പൊ ഭാരതീയ അന്തരീക്ഷ ഭവൻ അല്ലെങ്കിൽ ഇന്ത്യൻ സ്പേസ് സ്റ്റേഷൻ, അതിന്റെ ഒരു ഹിന്ദി വൽകൃത പേര് എന്ന് വേണമെങ്കിൽ പറയാം, ഭാരതീയ അന്തരീക്ഷ ഭവൻ എന്നാണ് ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കാൻ പോകുന്ന സ്പേസ് നിലയത്തിന്റെ പേര്. ഓക്കെ, അപ്പൊ ഭാരതീയ അന്തരീക്ഷ ഭവൻ. അടുത്തിടെ കൺസ്യൂമർ ഫെഡ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്?
എം മെഹബൂബാണ്. ഓക്കെ, അപ്പൊ എം മെഹബൂബാണ് എന്ത് ചെയ്തത്, ഈയിടെ കൺസ്യൂമർ ഫെഡ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ ഇതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട പുതിയ നിയമനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ദെൻ ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്ന നഗരം ഏതാണ്? ബാംഗ്ലൂരു. ഓക്കെ, അപ്പൊ ആദ്യത്തെ AI അധിഷ്ഠിത AI ബേസ്ഡ് ഓങ്കോളജി സെന്റർ. ഈ ഓങ്കോളജി എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓക്കെ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യത്തെ AI ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? ബാംഗ്ലൂരു എന്ന് പറയും. ഇന്ത്യയുടെ IT സിറ്റി എന്നൊക്കെ പറയാവുന്ന ബാംഗ്ലൂരുവിലാണ് എന്ത് ചെയ്യുന്നത്, നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ ആദ്യമായി നിലവിൽ വന്നത്. അടുത്തൊരു കാര്യം, സംസ്ഥാനത്തെ ആദ്യത്തെ 603 കിലോമീറ്റർ സിഗ്നൽ ഫ്രീ റോഡ് ഏതാണ്? NH66 ആണ്. ഓക്കെ, അപ്പൊ NH66 ആണ് എന്ത് ചെയ്യുന്നത്, 603 കിലോമീറ്റർ സിഗ്നൽ ഫ്രീ റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ NH66 ഏത് സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്നതാണ്? എവിടുന്ന് തുടങ്ങി എവിടം വരെയാണ് എന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അടുത്തത്, രഞ്ജി ട്രോഫി കേരളത്തിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമാരാണ്? രോഹൻ പ്രേം എന്ന് പറയും. അപ്പൊ രഞ്ജി ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച ആളാരാണ്? രോഹൻ പ്രേം എന്ന് പറയും. ഓക്കെ, അപ്പൊ മറ്റു പേരുകളിലേക്ക് സഞ്ജു സാംസൺ എന്ന് പറയുന്ന പേരിലേക്കൊന്നും പോവണ്ട. ആരാണ്? രോഹൻ പ്രേം ആണ് കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ രഞ്ജി ട്രോഫി മത്സരങ്ങൾ കളിച്ചിരിക്കുന്നത്. അടുത്തത്, 2024 ജനുവരിയിൽ അന്തരിച്ച പോൾ വാൾട്ട് താരവും കനേഡിയൻ അത്ലറ്റുമായ വ്യക്തി ആരാണ്? ഷോൺസി ബാബർ എന്ന് പറയും. അപ്പൊ ഷോൺസി ബാബർ ആണ് 2024 ജനുവരിയിൽ അന്തരിച്ച ഒരു പോൾ വാൾട്ട് താരമാണ്, കനേഡിയൻ അത്ലറ്റുമാണ്. അപ്പൊ ഈ ഒരു പേര് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, കാരണം വളരെ പ്രധാനപ്പെട്ട ആളുകൾ, മരിച്ച ആളുകളെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാവുന്നത് വളരെ നന്നായിരിക്കും. അടുത്തത്, 27 തവണ ലോക ബില്യാർഡ്സ് സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ലഭിച്ച ഇന്ത്യൻ കായിക താരമാരാണ്? പങ്കജ് അദ്വാനി. എത്ര തവണയാണ്? 27 ടൈംസ്. അപ്പൊ 27 ടൈംസ് ലോക ബില്യാർഡ്സ് ആൻഡ് സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് അവാർഡ് ലഭിച്ച കായിക താരമാരാണ്? പങ്കജ് അദ്വാനിയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പേര് ഓർമ്മയിൽ ഉണ്ടായിരിക്കുക, പങ്കജ് അദ്വാനി. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ആദ്യത്തെ വിദേശ സൈനിക സംഘം ഫ്രഞ്ച് സൈന്യമാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന 2024 എന്ന് പറയുന്ന ഒരു വർഷം നമ്മൾ പറഞ്ഞു ജോ ബൈഡൻ ആയിരുന്നു എന്ത് ചെയ്യേണ്ടിയിരുന്നത്, ചീഫ് ഗസ്റ്റ് ആയി വരേണ്ടിയിരുന്നത്. അതേ സമയത്ത് അദ്ദേഹത്തിന് 2024 ഇലക്ഷൻ ഇയർ കൂടി ആയതുകൊണ്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് പറയുന്നത് ക്വാഡ് സമ്മിറ്റും എന്തായിരിക്കും, ഈ പറയുന്ന 2024 നവംബറിൽ നടക്കുന്ന ഇലക്ഷന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്, ക്വാഡ് സമ്മിറ്റും ഇന്ത്യയിൽ നടക്കുന്നത്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി. അപ്പൊ ഇദ്ദേഹം വരുന്നില്ല എന്ന് തീരുമാനിച്ചത് കൊണ്ട് തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആണ് എന്ത് ചെയ്തത്, ഇവിടെ ചീഫ് ഗസ്റ്റ് ആയി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് വിദേശ സൈനിക സംഘവും ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ആരാണോ റിപ്പബ്ലിക് ഡേ പരേഡിന് വരുന്നത് ആ രാജ്യവുമായിട്ടായിരിക്കും നമ്മൾ ആ ഒരു വർഷം കൂടുതൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് പാർട്ണർഷിപ്പുകളും ടൈഅപ്പുകളൊക്കെ നടത്തുന്നത്. ഓക്കെ, ഇപ്പം റീസെന്റ് ആയിട്ട് ഈഫൽ ടവറിൽ വരെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ UPI സംവിധാനം എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ UPI സംവിധാനത്തിന് അംഗീകാരം നൽകുന്ന ആദ്യ യൂറോപ്യൻ കൺട്രി ആയിട്ടും ഫ്രാൻസ് മാറിയിട്ടുണ്ട്. അത് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തത്, ജനുവരി 22 മുതൽ 26 വരെ ഇന്ത്യ സന്ദർശിക്കുന്ന UN ജനറൽ അസംബ്ലിയുടെ 78ാമത് സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആരാണ്? ഡെനിസ് ഫ്രാൻസിസ് ആണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 78ാമത് അപ്പൊ UN ജനറൽ അസംബ്ലിയുടെ 78ാമത് സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആണ് ഡെനിസ് ഫ്രാൻസിസ്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾ പഠിക്കണ്ട, ജസ്റ്റ് ഈ പറയുന്ന ഒരു കാര്യം, ഡെനിസ് ഫ്രാൻസിസ് ആരാണ്? UN ജനറൽ അസംബ്ലിയുടെ 78ാമത് സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആണ്. ഇനി ത്രിപുര, മണിപ്പൂർ, മേഘാലയ ഈ പറയുന്ന സംസ്ഥാനങ്ങളുടെ സംസ്ഥാന രൂപീകരണ ദിനം എന്നാണ് ജനുവരി 21. ഓക്കെ, ത്രിപുര, മണിപ്പൂർ, മേഘാലയ
ഈ പറയുന്ന സ്റ്റേറ്റുകളുടെ സംസ്ഥാന രൂപീകരണ ദിനം ആഘോഷിക്കുന്നത് ജനുവരി 21-നാണ്. ഓക്കെ, ഇനി ടാറ്റ മുംബൈ മാരത്തോൺ 2024. ഇവിടെ 2 പുരുഷ കിരീടം നേടിയത്, അതേപോലെ തന്നെ വനിതാ കിരീടം നേടിയത് ആരാണ്? ഇവിടെ ഫെയിൽ ലെമി ബെഹാനു ആണ് എന്ത് ചെയ്യുന്നത്? ടാറ്റ മുംബൈ മാരത്തോണിൽ എന്ത് ചെയ്തിരിക്കുന്നത്? അവാർഡ് അല്ലെങ്കിൽ കിരീടം നേടിയിരിക്കുന്നത്. അതേസമയത്ത് വനിതകളുടെ കിരീടം നേടിയിരിക്കുന്നത് അബൈരാജ് മിൻസെവോയാണ് എന്ത് ചെയ്യുന്നത്? വനിതകളുടെ കിരീടം നേടിയിരിക്കുന്നത്. എന്നാൽ പുരുഷ കിരീടം നേടിയിരിക്കുന്നത് ഫെയിൽ ലെമി ബെർഹാനു. ഈ പറയുന്ന ജസ്റ്റ് കാരണം ഇന്ത്യയിൽ ടാറ്റ മുംബൈ മാരത്തോൺ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക എന്ന് മാത്രം. 20 വർഷത്തിന് ശേഷം റിപ്പബ്ലിക് ദിന പരേഡിൽ തിരിച്ചെത്തിയ ഇന്ത്യൻ സൈന്യത്തിന്റെ ബോംബെ സാപ്പേഴ്സ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബോംബെ എഞ്ചിനീയർ ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ബോംബെ സാപ്പേഴ്സ് അവരാണ്. അത് ബോംബെ എഞ്ചിനീയർ ഗ്രൂപ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവര് 20 വർഷങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ 20 വർഷത്തിന് ശേഷമാണ് ഇവർ എന്ത് ചെയ്യുന്നത്? റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമാകുന്നത്. അടുത്തത്, ഇന്ത്യ ബാഡ്മിന്റൺ 2024 പുരുഷന്മാരുടെ റണ്ണേഴ്സ് അപ്പ് നേടിയത് ആരാണ്? അപ്പൊ ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ അല്ലെങ്കിൽ ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ 2024 പുരുഷന്മാരുടെ ഡബിൾസിൽ റണ്ണേഴ്സ് അപ്പ് ആയിട്ടുള്ളത്, അഥവാ ഫൈനലിൽ പരാജയപ്പെട്ടു, അഥവാ ഫൈനൽ വരെ എത്തിയിട്ടുണ്ട്. അതാരാണ്? സ്വാതിക് സായ്രാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെട്ടി. ഈ പറയുന്ന സഖ്യമാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ബാഡ്മിന്റൺ ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ 2024 പുരുഷന്മാരുടെ ഡബിൾസിൽ റണ്ണേഴ്സ് അപ്പ് ആയി മാറിയിരിക്കുന്നത്. ഓക്കെ, അടുത്തൊരു കാര്യം, 2024 ജനുവരി 23 പ്രധാനമന്ത്രി പരാക്രം ദിവസ് 2024 ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? റെഡ് ഫോർട്ട്, ഡൽഹിയാണ്. ഓക്കെ, അപ്പൊ ഡൽഹിയിലെ ചെങ്കോട്ടയിലാണ്, റെഡ് ഫോർട്ട് എന്ന് പറയുമെന്നാണ്, ചെങ്കോട്ടയിലാണ് എന്ത് ചെയ്യുന്നത്? പരാക്രം ദിവസ് 2024 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, 2024 സംസ്ഥാന കിഡ്സ് അത്ലറ്റിക് മീറ്റിൽ ഓവറോൾ കിരീടം നേടിയത് ആരാണ്? മലപ്പുറമാണ്. 2024 സംസ്ഥാന കിഡ്സ് അത്ലറ്റിക്സ് മീറ്റിൽ ഓവറോൾ കിരീടം നേടിയത് ആരാണ്? മലപ്പുറമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മലപ്പുറം എന്ന് പഠിക്കുമ്പോൾ മലപ്പുറവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്ത് പഠിക്കുക. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? ഇങ്ങനെ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകൾ കൂടി എന്ത് ചെയ്യുക? ഇവിടെ പഠിച്ചു വെക്കുക. 2024 ജനുവരിയിൽ ചിലിയിലെ ഓജിസ് ഡെൽ സാലഡോ എന്ന് പറയുന്ന അഗ്നിപർവ്വതം കീഴടക്കിയ മലയാളി ആരാണ്? ഷെയ്ഖ് ഹസൻ ഖാൻ. ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ തൊട്ടു മുമ്പേ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേയും ഒരു കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഓക്കെ, ഷെയ്ഖ് ഹസൻ ഖാൻ ഇദ്ദേഹം എന്തൊക്കെ നേട്ടങ്ങളാണ് കൈവരിച്ചിരിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. കാരണം ഇത് തന്നെ PSC ചോദിച്ചോളണമെന്നില്ല. അപ്പൊ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ കൂടി PSC ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ചിലിയിലെ ഒജോസ് ഡെൽ സാലഡോ എന്ന് പറയുന്ന അഗ്നിപർവ്വതമാണ് ഇദ്ദേഹം കീഴടക്കിയത്. ഓക്കെ, ആ ഒരു കാര്യം എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ, സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാലയാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനം ഏതാണ്? കേരള കലാമണ്ഡലം. അപ്പൊ സാംസ്കാരിക സർവകലാശാലയാക്കാൻ, കൾച്ചറൽ യൂണിവേഴ്സിറ്റി ആക്കാൻ കേരള അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന സ്ഥാപനം ഏതാണ്? കേരള കലാമണ്ഡലം. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള ഫാക്ടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത്, ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ എത്തുന്ന ഗ്രീസിന്റെ പ്രധാനമന്ത്രി ആരാണ്? കിരിയാക്കോസ് മിറ്റ്സോടാക്കിസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ കിരിയാക്കോസ് മിറ്റ്സോടാക്കിസ് ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ എത്തും എന്നറിയിച്ചിരിക്കുന്ന ഗ്രീസിന്റെ പ്രധാനമന്ത്രി. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഗ്രീസ് ഇതുപോലെ ഇന്ത്യ സന്ദർശിക്കുന്ന ആളുകളെയൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വെക്കുക. അടുത്തൊരു കാര്യം, 2024 ജനുവരിയിൽ 11 ഇനം പുതിയ ജീവിവർഗത്തെ കണ്ടെത്തിയ കടുവ സങ്കേതം ഏതാണ്? പറമ്പിക്കുളം കടുവ സംരക്ഷണ കേന്ദ്രം. ഓക്കെ, ഏതാണ്? പറമ്പിക്കുളം കടുവ സംരക്ഷണ കേന്ദ്രം. അപ്പൊ 2024 ജനുവരിയിൽ 11 പുതിയ ജീവിവർഗത്തെ കണ്ടെത്തിയ കടുവ സങ്കേതമാണ് പറമ്പിക്കുളം കടുവ സംരക്ഷണ കേന്ദ്രം.
ഓക്കെ, ആ ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കുക. അതേപോലെ ഇതുപോലെയുള്ള ഏതെങ്കിലും നാഷണൽ പാർക്കോ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറിയോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവിടെ ഏറ്റവും കൂടുതൽ സംരക്ഷണം നടക്കുന്ന കാര്യങ്ങൾ, ഇതുപോലെയുള്ള ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ദെൻ നെക്സ്റ്റ് വൺ, തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? ജസ്റ്റിസ് എസ് സിരിജഗൻ കമ്മീഷൻ ആണ്. ഓക്കെ, ജസ്റ്റിസ് എസ് സിരിജഗൻ കമ്മീഷൻ ആണ് എന്ത് ചെയ്തത്, ഈ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ വേണ്ടി സുപ്രീം കോടതി നിയമിച്ച കമ്മീഷൻ. ഓക്കെ, അപ്പൊ ഈ സിരിജഗൻ കമ്മീഷൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് എസ് സിരിജഗൻ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലുള്ള, സാധാരണ രീതിയിൽ ആരാണോ അധ്യക്ഷൻ, ആരാണോ ചെയർ, അദ്ദേഹത്തിന്റെ പേരിലാണല്ലോ ഈ പറയുന്ന കമ്മീഷനും കമ്മിറ്റിയും ഒക്കെ അറിയപ്പെടാറുള്ളത്. ഓക്കെ, ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. സിരിജഗൻ കമ്മീഷൻ ആണ് എന്ത് ചെയ്യുന്നത്, തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ വേണ്ടി സുപ്രീം കോടതി നിയോഗിച്ച കമ്മീഷൻ. അടുത്തൊരു കാര്യം, റിപ്പബ്ലിക് ദിന പരേഡിൽ നാവികസേനാ സംഘത്തിന്റെ പ്ലാറ്റൂൺ കമാൻഡർ ആകുന്ന മലയാളി ആരാണ്? ലഫ്റ്റനന്റ് എച്ച് ദേവിക എന്ന് പറയും. അപ്പൊ നാവികസേനാ സംഘത്തിന്റെ പ്ലാറ്റൂൺ കമാൻഡർ ആകുന്ന മലയാളി എന്താണ്? പ്ലാറ്റൂൺ കമാൻഡർ ആകുന്ന മലയാളി ആരാണ്? ലഫ്റ്റനന്റ് എച്ച് ദേവിക. ഓക്കെ, അപ്പൊ മലയാളിയാണ്, എന്തിൻ്റെതാണ്? നാവികസേനാ സംഘത്തിന്റെ പ്ലാറ്റൂൺ കമാൻഡർ ആകുന്ന മലയാളിയാണ്. ആരാണ്? ലഫ്റ്റനന്റ് എച്ച് ദേവിക. അവരൊരു മലയാളി കൂടിയാണ്. ഇന്ത്യ പ്രീമിയർ ലീഗ് IPL എന്ന് പറയുന്ന ഒരു ഫാന്റസി ക്രിക്കറ്റ് ലീഗ്, അല്ലെങ്കിൽ എന്താണ് അത്രയും എന്താണ് താരോദയങ്ങളെ സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ അത്രയും മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ക്രിക്കറ്റ് മാമാങ്കമാണ്. അപ്പൊ അതിന്റെ ടൈറ്റിൽ സ്പോൺസർ ആയിട്ട് 5 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നത് ആരാണ്? ടാറ്റ ഗ്രൂപ്പ് ആണ്. അപ്പൊ ടാറ്റയാണ് എന്ത് ചെയ്യുന്നത്, അടുത്ത 5 വർഷത്തേക്ക് കൂടി 2028 വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ടൈറ്റിൽ സ്പോൺസർ ആയിട്ട് നിലനിൽക്കുന്നത് ആരാണ്? ടാറ്റ ഗ്രൂപ്പ് ആണ്. ഇനി ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ജാംനഗർ, ഗുജറാത്ത്. കാരണം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇനി ഗ്രീൻ എനർജിയിലേക്ക് മാറാൻ പോവല്ലേ. ഗ്രീൻ എനർജി അല്ലെങ്കിൽ ക്ലീൻ എനർജിയിലേക്കൊക്കെ മാറാൻ പോവാണ്. അപ്പൊ ഈ ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന ആദ്യത്തെ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ജാംനഗർ, ഗുജറാത്ത്. അപ്പൊ ഗുജറാത്തിലെ ജാംനഗറിലാണ് എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്നത്. ഓക്കെ, ഇനി 2024 സുറയ്യ എന്ന് പറയുന്ന ഉപഗ്രഹ വിക്ഷേപണം നടത്തിയ രാജ്യമാരാണ്? ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ഇറാനാണ്. ഓക്കെ, അപ്പൊ ഇറാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ വെസ്റ്റ് ഏഷ്യയിൽ ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നു അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ ഹമാസ് ആണ് എന്ത് ചെയ്തത്, ഇപ്പൊ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഒന്ന്, അതേപോലെ തന്നെ ഇപ്പൊ റെഡ് സീയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാണ്? ഹൂത്തീസ് ആണ്. ഓക്കെ, അപ്പൊ ഇവര് റെഡ് സീയിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ അടുത്ത പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ടീമാണ് ഹിസ്ബുള്ള എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവരൊക്കെ ഇറാന്റെ പ്രോക്സീസ് ആണ്, അല്ലെങ്കിൽ എന്താണ്, ഇറാൻ ബാക്ക്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായും ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിൽ സിറിയ, അതേപോലെ തന്നെ ഇറാഖ്, ദെൻ പാകിസ്ഥാൻ, ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇറാൻ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി. ഇപ്പൊ സുറയ്യ എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ഇറാനാണ്. അപ്പൊ ഇന്നത്തെ വെസ്റ്റ് ഏഷ്യയുടെ ജിയോ പൊളിറ്റിക്സിൽ എന്തുണ്ട്? ഈ പറയുന്ന ഇറാന് നിർണായകമായ സാന്നിധ്യമുണ്ട് എന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. അടുത്തൊരു കാര്യം, ബീറ്റിംഗ് ദി റിട്രീറ്റ് ചടങ്ങ് ഏത് ആഘോഷത്തിന്റെ ഔപചാരികമായ അന്ത്യമാണ്? അത് റിപ്പബ്ലിക് ദിന പരേഡ് അല്ലെങ്കിൽ ആ ഒരു സംവിധാനം, ആഘോഷത്തിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടമാണ് ബീറ്റിംഗ് ദി റിട്രീറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഏത് ആഘോഷത്തിന്റെ ഔപചാരികമായ അന്ത്യം കുറിക്കുന്നതാണ് ബീറ്റിംഗ് ദ റിട്രീറ്റ് എന്ന് ചോദിച്ചാൽ അത് റിപ്പബ്ലിക് ദിനത്തിൻ്റെതാണ്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവുക. ചിലപ്പം ഇതുപോലെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കണം.
അടുത്തൊരു കാര്യം, 2024 ജനുവരി 23 മുതൽ ജനുവരി 26 വരെ ആദ്യത്തെ ഇന്റർനാഷണൽ സമ്മിറ്റ് കേരള ഏത് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്? ആദ്യത്തെ ഇന്റർനാഷണൽ സമ്മിറ്റ് കേരള. ഓക്കെ, അപ്പൊ അത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്താണ്. ഓക്കെ, അപ്പൊ ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജസ്റ്റ് കമന്റ് മീ ഇൻ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. ഒരുപാട് ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ 2024 ജനുവരി 23 മുതൽ ജനുവരി 26 വരെ ആദ്യത്തെ ഇന്റർനാഷണൽ സമ്മിറ്റ് കേരള നടക്കുന്നത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ്. ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് നോക്കാം. ലോക കല്യാൺ മാർഗിലെ 1 കോടി വീടുകളിൽ റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. റൂഫ് ടോപ്പ് സോളാർ. ഈ റൂഫ് ടോപ്പ് സോളാർ എപ്പോഴാ വർക്ക് ചെയ്യുക? സൂര്യോദയം ഉണ്ടാവുമ്പോഴല്ലേ. അപ്പൊ പ്രധാനമന്ത്രി സൂര്യോദയ യോജന, എല്ലാത്തിന്റെ പേരിലും പ്രധാനമന്ത്രി ഉണ്ടാവും, യോജന ഉണ്ടാവും. അതിന്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടേം ഉണ്ടാവും, അത് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന സൂര്യോദയ യോജനയാണ് എന്ത് ചെയ്യുന്നത്? കല്യാൺ മാർഗിലെ, ലോക കല്യാൺ മാർഗിലെ 1 കോടി വീടുകളിൽ റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. ഓക്കെ, അപ്പൊ പ്രധാനമന്ത്രി സൂര്യോദയ യോജന. ഇനി അയോധ്യ രാമക്ഷേത്രം ജനുവരി 22 ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് മുഖ്യ ശില്പി ആരാണ്? ചന്ദ്രകാന്ത് സോംപുര എന്ന് പറയും. ഇപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു ആർക്കിടെക്ചറൽ എന്താണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സൈറ്റായി മാറുന്ന ഒന്നാണ് രാം ടെമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചന്ദ്രകാന്ത് സോംപുരയാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ മുഖ്യ ശില്പി. അതേപോലെ തന്നെ എന്താണ്, അവിടെ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലിയർ ആകാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു മാർബിള്, ഒരു കൃത്യമായ രീതിയിൽ ഒരു മാർബിൾ അല്ലെങ്കിൽ ഒരു ഗ്രാനൈറ്റ് സ്ഥാപിച്ചിട്ട് അതിന് മുകളിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ടെമ്പിളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. വാട്ട് എവർ ഇറ്റ് മേ ബി, ജസ്റ്റ് അതിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നൊക്കെ പഠിച്ചു നോക്കാം. 2024 ജനുവരി 22 ആരംഭിച്ച ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സൈനികാഭ്യാസമാണ് സൈക്ലോൺ. ഓക്കെ, അപ്പൊ ഇന്ത്യയും പല രാജ്യങ്ങളും തമ്മിൽ എന്ത് ചെയ്യും? ഈ പറയുന്ന രീതിയിലുള്ള സൈനികാഭ്യാസം ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള സൈനികാഭ്യാസത്തിന്റെ പേരാണ് സൈക്ലോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യ, ഈജിപ്ത്, ഈ പറയുന്ന 2 രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു സൈനികാഭ്യാസത്തിന്റെ പേരാണ് സൈക്ലോൺ. എന്നാൽ 2024 ജനുവരി 22 തന്നെ ആരംഭിച്ച ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത പ്രത്യേക സേനാ അഭ്യാസമാണ് കഞ്ചാർ. അത് കിർഗിസ്ഥാനുമായിട്ടാണ്. ഓക്കെ, അപ്പൊ ഈജിപ്തുമായിട്ട് സൈക്ലോണ്, അതേപോലെ തന്നെ കിർഗിസ്ഥാനുമായിട്ട് എന്താണ്? കഞ്ചാർ. കിർഗിസ്ഥാൻ കഞ്ചാർ, ഈജിപ്ത് സൈക്ലോൺ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന 2 കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് വൺ, 2024 ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? മാൻസിംഗ് ആണ്. ഓക്കെ, അപ്പൊ 2024 ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയത് ഇന്ത്യയുടെ ആരാണ്? മാൻസിംഗ് ആണ്. ഓക്കെ, ഈ ഒരു പേര് ഓർത്തു വെക്കുക, മാൻസിംഗ് ആണ്. അപ്പൊ 2024 ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യക്കാരന്റെ പേരെന്താണ്? മാൻസിംഗ് എന്നാണ്. അടുത്തൊരു കാര്യം, ഈ ബോർഡ് ഓഫ് കൺട്രോൾ അഥവാ BCCI എന്ന് പറയും. അപ്പൊ ഇന്ത്യയുടെ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്. ഓക്കെ, അപ്പൊ ഈ അവാർഡുകളിൽ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് BCCI-യുടേതാണ്, ICC-യുടേത് വേറെ വരും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ അഥവാ BCCI എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ BCCI-യുടെ ക്രിക്കറ്റ് ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? ശുഭ്മൻ ഗിൽ. അപ്പൊ ഈ 2023 വർഷത്തെ അദ്ദേഹത്തിന്റെ നിർണായകമായ കളി അല്ലെങ്കിൽ കായിക മീൻസ് അദ്ദേഹത്തിന്റെ സംഭാവനകൾ വിലയിരുത്തിക്കൊണ്ടാണ്. 2023 ICC T20 ടീമിന്റെ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ട അഥവാ ICC എന്ത് ചെയ്യും? ഒരു സാങ്കല്പികമായ ടീമുകളെ പ്രഖ്യാപിക്കും. ആ സാങ്കല്പിക ടീമിന്റെ T20 ക്യാപ്റ്റൻ ആരാണ്? സൂര്യകുമാർ യാദവ് ആണ്. ODI ക്യാപ്റ്റൻ ആരാണ്? അത് ഇന്ത്യയുടെ തന്നെ അഥവാ ഇന്ത്യ ഫൈനൽ വരെ എത്തിച്ച, ഫൈനലിൽ മാത്രം പരാജയം നേരിട്ട ഇന്ത്യയുടെ രോഹിത് ശർമ്മയാണ്. ദെൻ ടെസ്റ്റിലെ ക്യാപ്റ്റൻ ഓസ്ട്രേലിയയുടെ മീൻസ് നിലവിലെ അഥവാ ഫൈനൽ ഓസ്ട്രേലിയ വിജയത്തിലേക്ക് എത്തിച്ച
പാറ്റ് കമിൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി. ഇത്രയും സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു കൊള്ളണം നിർബന്ധമൊന്നുമില്ല. ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗപ്രതിരോധത്തിന് ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിൻ എന്താണ്? ഹാവിഷ്വർ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗപ്രതിരോധത്തിന് വേണ്ടി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിന്റെ പേരെന്താണ്? അത് തദ്ദേശീയ വാക്സിന്റെ പേരെന്താണ്? ഹെവിഷ്വർ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പേര് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഹാവിഷ്വർ എന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഒരു വാക്സിന്റെ പേര് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഹാവിഷ്വർ എന്നാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിന് വേണ്ടി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിൻ എന്നാണ് ഹാവിഷ്വർ എന്ന് പറയുന്നതാണ്. ഓക്കെ, അടുത്തൊരു കാര്യം, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരുപാട് GI ടാഗുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ 2024 ജനുവരിയിൽ GI ടാഗ് ലഭിച്ച കായ് ചട്ടണി. ഓക്കെ, അപ്പൊ ഈ പറയുന്ന കായ് ചട്ടണി ഈ പറയുന്നത് ഏത് സംസ്ഥാനത്തതാണ്? ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ല. അപ്പൊ കായ് ചട്ടണി എന്ന് പറയും, അത് ഒഡീഷയിലാണ്. ഇപ്പൊ കായ നമ്മൾ ഒടിച്ചല്ലേ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്നത് ഒഡീഷ. അപ്പൊ കായ് ചട്ടണി എന്ന് പറയുന്നത് എന്താണ്? ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലാണ്. അപ്പൊ ആ അന്നിനാണ് 2024 GI ടാഗ് ലഭിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കച്ചി കരേക്ക് എന്ന് പറയും, അതൊരു ഡേറ്റ്സ് ആണ്. ഇത് കച്ച് അല്ലെങ്കിൽ ഗുജറാത്തിലെ കച്ച് മേഖലയിലുള്ളതാണ്. അതിനും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു കായ് ചട്ടണി എവിടെയാണ്? ഒഡീഷയിലെ മയൂർഭഞ്ച് ആണ്. ദെൻ കച്ചി കരേക്ക് എന്ന് പറയും, കച്ച് അല്ലെങ്കിൽ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. അത് ഗുജറാത്തിലെ ഒരു ഫലമാണ്. ഓക്കെ, 2024 ജനുവരിയിൽ ഈ ചാന്ദുബി ഫെസ്റ്റിവൽ ആഘോഷിച്ച സ്റ്റേറ്റ് ഏതാണ്? അസാം ആണ്. അപ്പൊ ഈ പറയുന്ന ചാന്ദുബി എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റിൽ നടന്നു എന്ന് ചോദിച്ചാൽ അത് അസാം ആണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഫെസ്റ്റിവലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ആ പറയുന്നത് എവിടെയാണ് നടന്നത് എന്നൊന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്തൊരു കാര്യം, രാജ്യത്തെ രാംസാർ സൈറ്റുകളുടെ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി 2023-24 ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി എന്നാണ്? അമൃത് ധരോഹർ പദ്ധതി എന്ന് പറയും. ഓക്കെ, അപ്പൊ രാജ്യത്തെ റാംസാർ സൈറ്റുകളുടെ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പൊ ഈ വെറ്റ്ലാൻഡ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ടൂറിസം കേന്ദ്രങ്ങളാക്കി മാറ്റാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അമൃത് ധരോഹർ പദ്ധതി എന്ന് പറയുന്നതാണ് രാജ്യത്തെ രാംസാർ സൈറ്റുകളുടെ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി 2023-24 ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി. രണ്ടാമത്തെ അടുത്തൊരു കാര്യം, 2024 ജനുവരിയിൽ 100ാം വാർഷികം ചരമവാർഷികം ആചരിച്ച റഷ്യൻ വിപ്ലവത്തിന്റെ ശില്പിയും USSRന്റെ സ്ഥാപകനുമായ വ്യക്തി ആരാണ്? ജന്മവാർഷികമല്ല, ചരമവാർഷികം. അപ്പൊ 100ാം ചരമവാർഷികം ആഘോഷിച്ചത് ആരുടേതാണ്? ലെനിന്റെ ചരമവാർഷികമാണ് 2024 ജനുവരിയിൽ. സ്വാഭാവികമായിട്ട് ഇപ്പൊ റഷ്യ ഉക്രൈൻ വാറൊക്കെ നിലനിൽക്കുന്നത് കൊണ്ടും റഷ്യ വാർത്തകളിൽ ഇടപിടിക്കുന്നത് കൊണ്ടും റഷ്യയുടെ ആ ഒരു ഹിസ്റ്ററിയുടെ ഭാഗമാണല്ലോ USSR. അതിന്റെ സ്ഥാപകനായിരുന്ന ആളുടെ 100ാം ചരമവാർഷികം നടന്നിട്ടുണ്ട്. അതാരാണ്? ലെനിനാണ്. അടുത്തൊരു കാര്യം, വോട്ടിങ്ങിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും വോട്ടിംഗ് മെഷീനുമായി അവരെ പരിചയപ്പെടുത്തുന്നതിനും ഉദ്ദേശിച്ച് നടത്തുന്ന പര്യടനത്തിന്റെ പേരാണ് വോട്ട് വണ്ടി. അപ്പൊ വോട്ടിങ്ങിന്റെ പ്രാധാന്യം, കാരണം ഈ പറയുന്ന ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് കൃത്യമായി സ്വാധീനം ലഭിക്കുന്ന ഒരു മേഖലയാണ് എന്ത് ചെയ്യുന്നത്? വോട്ടിംഗ്. അപ്പൊ വോട്ടിങ്ങിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതേപോലെ തന്നെ വോട്ടിംഗ് മെഷീന് അവർക്ക്, കാരണം വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് പണ്ടത്തെ ഈ പറയുന്ന ബാലറ്റ് രീതിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്നതിന് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഈ പറയുന്നത് പരിചയപ്പെടുത്താനും വോട്ടിങ്ങിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ അവബോധമുണ്ടാക്കാനും വേണ്ടിയാണ് വോട്ട് വണ്ടി എന്ന് പറയുന്ന ഒരു പദ്ധതി നടത്തുന്നത്. ദെൻ ഇന്റർനെറ്റിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് തട്ടിപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ബ്രൗസ് സേഫ് ആപ്പ് പുറത്തിറക്കിയ സ്റ്റേറ്റ് ഏതാണ്? കർണാടകയാണ്.
നമ്മളുടെ അയൽ സംസ്ഥാനമായ കർണാടകയാണ് എന്ത് ചെയ്യുന്നത്, ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് തട്ടിപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ബ്രൗസ് സേഫ് എന്ന് പറയുന്ന ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അടുത്തൊരു കാര്യമുണ്ട്, മരണാനന്തര ബഹുമതിയായി ഭരതരത്ന പുരസ്കാരം ലഭിച്ച ബീഹാറിലെ മുൻ മുഖ്യമന്ത്രി ആരാണ്, കർപ്പൂരി താക്കൂർ എന്ന് പറയും. അതേപോലെ തന്നെ ഈ ഒരു വർഷം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, LK അദ്വാനിക്ക് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന മീൻസ് എന്താണ് ഭാരത് രത്ന പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭാരത് രത്ന എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്. എല്ലാ വർഷവും നൽകിക്കൊള്ളണമെന്നില്ല, അത് ഇന്ത്യക്കാർക്ക് തന്നെ നൽകണം എന്ന് നിർബന്ധമൊന്നുമില്ല. നെൽസൺ മണ്ടേല അതുപോലെയുള്ള ആളുകൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. നാച്ചുറലൈസ്ഡ് സിറ്റിസൺസ് ഇതുപോലെയുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഭാരത് രത്ന ലഭിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് ലൈസൻസ് ലഭിക്കുന്ന മൂന്നാമത്തെ കമ്പനി ആരാണ്, സ്റ്റാർലിങ്ക് ആണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആരായിരുന്നു, വൺ വെബ് അല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് ലൈസൻസ് ലഭിക്കുന്ന മൂന്നാമത്തെ കമ്പനി ആരാണ്, സ്റ്റാർലിങ്ക്. നിങ്ങൾക്കറിയാം സ്പേസ് എക്സ് ഒക്കെ പറയുന്ന ഈ പറയുന്ന എലോൺ മസ്കിന്റെ കമ്പനിയാണ് എന്ത്, ഈ പറയുന്ന സ്റ്റാർലിങ്ക്. ഓക്കെ, അപ്പൊ അവർക്കാണ് എന്ത് ചെയ്യുന്നത്, മൂന്നാമതായി ലൈസൻസ് ലഭിക്കുന്നത്. ഇനി സുഭാഷ് ചന്ദ്രബോസിന്റെ എത്രാമത് ജന്മവാർഷികമാണ് ജനുവരി 23 ആഘോഷിച്ചത്, 127ാമത് ജന്മവാർഷികമാണ്. എത്രാമതാണ്, 127ാമത് ജന്മവാർഷികമാണ് എന്ത് ചെയ്യുന്നത്, സുഭാഷ് ചന്ദ്രബോസിന്റെ 127ാമത് ജന്മവാർഷികമാണ് ജനുവരി 23. അപ്പൊ ജനുവരി 23 ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ. ഇപ്പോ റീസെന്റ് ആയിട്ട് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യം, റിപ്പബ്ലിക് ഡേയുടെ ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് 23 ഇപ്പോ ഈ പറയുന്ന ബാലപുരസ്കാരങ്ങളൊക്കെ നൽകിയത് 22 22 മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ ആരംഭിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഇഷ ചുഴലിക്കാറ്റ് ഏത് രാജ്യത്താണ്, ബ്രിട്ടനിലാണ്. ഓക്കെ, അപ്പൊ ഇഷ ചുഴലിക്കാറ്റ് എവിടെയാണ് വീശിയത്, ബ്രിട്ടനിലാണ് വീശിയത്. ഓക്കെ, ജസ്റ്റ് അതുപോലെയുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കാം. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ 13ാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് എവിടെയാണ്, അബുദാബിയാണ്. അപ്പൊ WTOയുടെ 13ാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് അബുദാബിയിലാണ്. COP28 എവിടെയായിരുന്നു, അത് ഇതേ പറയുന്ന UAEയുടെ ദുബായ് എന്ന് പറയുന്ന സിറ്റിയിലായിരുന്നു നടന്നത്. ഓക്കെ, ജസ്റ്റ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. അടുത്തൊരു കാര്യം, അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളം ഒന്നായി നടക്കുന്ന പരിപാടിയാണ് എന്ത്, K-Walk. അപ്പൊ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത, എല്ലാവരും എന്ത് ചെയ്യണം, ഫിസിക്കലി ഫിറ്റ് ആകണം. ആ ഒരു ലക്ഷ്യത്തോടെ കേരളം ഒന്നായി നടത്തുന്ന പരിപാടി, അല്ലെങ്കിൽ കേരളം ഒന്നായി നടക്കുന്ന പരിപാടിയാണ് K-Walk എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പഠിച്ചു വെക്കാൻ സുഖല്ലേ, K-Walk എന്ന് പറയുന്നത്. ഇന്ത്യ ഓപ്പൺ വനിതാ ബാഡ്മിന്റൺ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്, തായ്വാന്റെ തായ് സൂയിങ് ആണ്. ചൈനയുടെ എതിരാളിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യ ഓപ്പൺ വനിതാ ബാഡ്മിന്റൺ സിംഗിൾസ് കിരീടം നേടിയത്. ഓക്കെ, ഈ ഒരു പേര് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് വൺ, അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം എന്നാണ്, ജനുവരി 24 അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം. അപ്പൊ എന്താണ്, ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ഡേ. ഇതുപോലെയുള്ള ഡേറ്റുകൾ ജസ്റ്റ് ഒന്ന് നോക്കുക. മലേറിയ രോഗത്തിനെതിരെ ലോകത്ത് ആദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം ഏതാണ്, കാമറൂൺ ആണ്. ഓക്കെ, അപ്പൊ മലേറിയ രോഗത്തിനെതിരെ ലോകത്ത് ആദ്യമായിട്ട് വാക്സിൻ ആരംഭിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്, ഈ പറയുന്ന കാമറൂൺ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഒരു രാജ്യം ഓർത്തു വെക്കുക, കാമറൂൺ ആണ് മലേറിയക്കെതിരെ ആദ്യമായിട്ട് പതിവ് യൂഷ്വൽ വാക്സിൻ ആരംഭിച്ചത്. ലോകത്തെ 4ാമത്തെ വലിയ ഓഹരി വിപണിയായി മാറിയ രാജ്യം ആരാണ്, ഇന്ത്യയാണ്. ഓക്കെ, അപ്പൊ ഈ ഹോങ്കോങ് ബേസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പൊ റീസെന്റ് ആയി തകർന്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ലോകത്തെ 4ാമത്തെ വലിയ ഓഹരി വിപണിയായിട്ട് എന്ത് ചെയ്യുന്നത്, ഇന്ത്യ മാറുന്നത്. ഓക്കെ, ഇപ്പൊ ചൈനയിലെ മാർക്കറ്റുകളൊക്കെ എന്താണ്, ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചൈനയുടെ എക്കണോമി ചെറിയൊരു രീതിയിൽ സ്ലോ ഡൗൺ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവര് ഈ പറയുന്ന ഡെപ്റ്റ്, അല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾക്ക് വാരിക്കോരി കടം നൽകി, അപ്പം അത് തിരിച്ച് റിട്ടേൺ കൃത്യമായ രീതിയിൽ വരുന്നില്ല. ഇപ്പം ഒരു ബാങ്കിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ബാങ്ക് വളരെ വലിയ രീതിയിൽ ലോണുകൾ കൊടുത്തു. അപ്പൊ ഇവരുദ്ദേശിക്കുന്ന എന്താണ്, ഈ ലോണുകളുടെ തിരിച്ചടവ് വേണ്ടേ. കാരണം ലോൺ കൊടുക്കുന്നതിന് എന്തിനാണ്, ഇവർക്ക് EMI ഇൻട്രസ്റ്റ് ലഭിക്കുമല്ലോ, അല്ലെ, ഇവർക്ക് പ്രോഫിറ്റ് അല്ലേ.
ഓക്കെ, അപ്പൊ ഈ ലോണുകൾ വരാതിരുന്നാൽ, ഇതിന്റെ മുതലും പലിശയൊന്നും വരാതിരുന്നാൽ ഈ ബാങ്ക് ക്രൈസിസിലാവില്ലേ? ഓക്കെ, അടുത്തത് 2024 നവംബർ 1 ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകുന്നത് ആരാണ്? കേരളമാണ്. അപ്പൊ 2024 നവംബർ 1 എന്താണ്? കേരള പിറവി ദിനമല്ലേ? ഓക്കെ, അപ്പൊ നവംബർ 1 കൂടി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സ്റ്റേറ്റ് ആകുന്നത് കേരളമാണ്. ദെൻ അയോധ്യയിലെ രാമക്ഷേത്രം, നമ്മൾ ശില്പിയെ കുറിച്ച് പറഞ്ഞു. ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്നാണ് 2024 ജനുവരി 22-നാണ്. അപ്പൊ ഇതിന്റെ ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടി, ഈ പറയുന്ന ഒരു കാര്യം, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത്രയും ഗവൺമെന്റ് അത്രയും ഹൈപ്പ് കൊടുത്തുകൊണ്ട് ഒരു ഗവൺമെന്റ് പ്രൊജക്ട് എന്ന രീതിയിലാണ് എന്ത് ചെയ്തത്, ഇതിന്റെ ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടാണോ ഇത്തരത്തിലൊരു കാര്യം ചെയ്യേണ്ടത്, വാട്ട് എവർ ഇറ്റ് മേ ബി. അതൊന്നും ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയിൽ ബാധിക്കുന്ന കാര്യമല്ല. പരീക്ഷയിൽ ഇതെന്ന് ഉദ്ഘാടനം ചെയ്തു, ആര് ഉദ്ഘാടനം ചെയ്തു, അതേപോലെ തന്നെ ഇതിന്റെ ശില്പി ആരാണ്, അതേപോലെ ഇതിന്റെ ചില ആർക്കിടെക്ചറൽ ഡീറ്റെയിൽസ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മോട് പരീക്ഷയിൽ ചോദിക്കുള്ളൂ. അടുത്തൊരു കാര്യം, ഇമ്മാനുവൽ മാക്രോൺ, നമ്മളുടെ റിപ്പബ്ലിക് ഡേ പരേഡിന് ചീഫ് ഗസ്റ്റ് ആയിരുന്ന ഇമ്മാനുവൽ മാക്രോൺ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ്? ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ്. അപ്പൊ ഈ പറയുന്ന ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് 2023 ജനുവരി മുതൽ 3 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് 7ഓളം തവണ എന്ത് ചെയ്തിട്ടുണ്ട്? മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുമായിട്ട് വളരെ വലിയ രീതിയിൽ ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ ഉള്ള ഒരു രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 2024 ജനുവരി 22-ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. അപ്പൊ 2024 ജനുവരി 22-ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് എവിടെയാണ്? മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്. ഓക്കെ, അപ്പൊ ഞാനൊരു ഹോംവർക്ക് തരട്ടെ. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് ഏത് സ്റ്റേറ്റിലാണ്? അറിയാമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. ഏത് ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത്? ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപമുള്ള ഏത് ഗ്രാമത്തിലാണ് ഉദ്ദേശിക്കുന്നത്? ചെങ്ങമനാട് ഗ്രാമത്തിലാണ്. അപ്പൊ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റിയാണ്. കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി എന്ന് പറയുന്നത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. അത് എയർപോർട്ട് അല്ലെങ്കിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപമുള്ള ചെങ്ങമനാട് ഗ്രാമത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി സ്ഥാപിക്കുന്നത്. ഇനി ഇന്ത്യയുടെ 75-ാം റിപ്പബ്ലിക് വർഷത്തിന്റെ സ്മരണക്കായി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി ആരംഭിച്ച പ്രചാരണത്തിന്റെ പേരെന്താണ്? ഹമാര സംവിധാൻ ഹമാര സമ്മാൻ. ഓക്കെ, അപ്പൊ 75-ാം റിപ്പബ്ലിക് വാർഷികമാണ് അല്ലെ. അപ്പൊ ആ ഒരു വർഷത്തിന്റെ സ്മരണക്ക് വേണ്ടി ന്യൂഡൽഹിയിൽ ആരംഭിച്ചതാണ്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായും ഇത് 2024 അല്ലേ, ഇത് 74-ാമത് റിപ്പബ്ലിക് ഡേ അല്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. അല്ല, 1950-ൽ എന്ത് ചെയ്തിട്ടുണ്ട്? 1-ാമത്തെ റിപ്പബ്ലിക് ഡേ ആയിരുന്നു. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2024 എന്താണ്? അത് 75-ാം റിപ്പബ്ലിക് ദിന പരേഡാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഹമാര സംവിധാൻ ഹമാര സമ്മാൻ എന്ന് പറയുന്നത് എന്ത് ചെയ്തത്? ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തത്. 2024 അക്കാഡമി അവാർഡിൽ ഏറ്റവും മികച്ച ഡോക്യുമെന്ററി ഫീച്ചറിനുള്ള നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഏത് ഡോക്യുമെന്ററി ചിത്രമാണ്? ടു കില്ലിംഗ് എ ടൈഗർ. ടു കിൽ എ ടൈഗർ എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന അക്കാഡമി അവാർഡിൽ ഏറ്റവും മികച്ച ഡോക്യുമെന്ററി ഫീച്ചറിനുള്ള നോമിനേഷൻ ലഭിച്ചത്. അടുത്തൊരു കാര്യം, 2024 ജനുവരി അവസാനം വിരമിക്കുന്ന USA-യിലെ ഇന്ത്യയുടെ അംബാസഡറുടെ പേരാണ് തരൺജിത് സിംഗ് സന്ധു എന്ന് പറയും. അപ്പൊ ഇദ്ദേഹമാണ് ഇന്ത്യ US ബന്ധം ഇത്രയും ഊഷ്മളമാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം ജനുവരി അവസാനം എന്ത് ചെയ്യാൻ പോവാണ്? റിട്ടയർഡ് ചെയ്യാൻ പോവാണ്. അടുത്തത്, IUCN-ന്റെ റെഡ് ലിസ്റ്റിൽ ദുർബല വിഭാഗത്തിൽ ഉൾപ്പെടുത്തപ്പെട്ട ജീവി ഏതാണ്? ഹിമാലയൻ വൂൾഫ് എന്ന് പറയും. ഹിമാലയൻ ചെന്നായയാണ്
IUCN-ന്റെ റെഡ് ലിസ്റ്റിൽ എന്ത് ചെയ്തത്? ഈ പറയുന്ന ദുർബല വിഭാഗം അല്ലെങ്കിൽ വൾണറബിൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടത്. അപ്പൊ ഇതുപോലെയുള്ള ഏത് ജീവികളെ കണ്ടാലും ഇത് IUCN-ന്റെ റെഡ് ലിസ്റ്റ് അനുസരിച്ച്, അതേപോലെ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഏത് ഷെഡ്യൂളിലാണ്, അതേപോലെ തന്നെ എന്താണ് സൈറ്റ്സിന്റെ ഏത് അപ്പൻഡിക്സിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഭാരത് രത്ന അവാർഡ് ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഭാരത് രത്നയെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ അല്ലെ. ഈ പത്മ അവാർഡുകളെ പോലെയല്ല ഭാരത് രത്നയുടെ പ്രത്യേകത എന്താണ്? അത് എല്ലാ വർഷവും നൽകിക്കൊള്ളണമെന്നില്ല. ഒരു വർഷം മാക്സിമം 3 ആളുകൾക്കേ നൽകാൻ പാടുള്ളൂ. ഇപ്പൊ ഈ ഒരു വർഷം നമ്മൾ പറഞ്ഞു താക്കൂറിന് നൽകുന്നുണ്ട്. ബീഹാർ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് മരണാനന്തരമാണ് നൽകുന്നത്. അതേപോലെ തന്നെ BJP-യുടെ അധികായനായ ഒരു നേതാവായിരുന്നു LK അഡ്വാണി. അപ്പൊ അദ്ദേഹത്തിനും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന അവാർഡ് നൽകുന്നുണ്ട്. കേരളത്തിലെ ഏത് അക്കാഡമിക്കാണ് എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിൽ നിന്ന് അംഗീകൃത പരിശീലന പങ്കാളിയായി അംഗീകാരം ലഭിച്ചിരിക്കുന്നത്? അപ്പൊ കൗൺസിൽ ഇന്റർനാഷണലിൽ നിന്ന് അഥവാ എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിൽ നിന്ന് ഏത് അക്കാഡമിക്കാണ്? അത് കൊച്ചിൻ ഇന്റർനാഷണൽ ഏവിയേഷൻ സർവീസ് ലിമിറ്റഡ് അക്കാഡമിക്കാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന പരിശീലന പങ്കാളിയായിട്ട് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. നഗ്നപുരുഷൻ ഉത്സവത്തിന് പേര് കേട്ട ഏത് രാജ്യത്തെ ദേവാലയമാണ് ഇനി സ്ത്രീകളെ ആചാരങ്ങളിൽ പങ്കെടുക്കാൻ അനുവദിക്കുന്നത്? അത് ജപ്പാനാണ്. അപ്പൊ ഇതുവരെ സ്ത്രീകളെ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇനി എന്ത് ചെയ്യുന്നുണ്ട്? സ്ത്രീകളെ കൂടി ഇത്തരം ആചാരങ്ങളിൽ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ജപ്പാനാണ്. അടുത്തൊരു കാര്യം, 2024 ജനുവരി 23-ന് ഇന്ത്യൻ വ്യോമസേനക്കൊപ്പം ഡെസേർട്ട് നൈറ്റ് അഭ്യാസത്തിൽ പങ്കെടുത്ത 2 രാജ്യങ്ങൾ ഏതാണ്? ഫ്രാൻസ്, UAE. അപ്പൊ ഈ പറയുന്നത് എന്താണ്? ഡെസേർട്ട് നൈറ്റ് എന്നറിയപ്പെടുന്ന ഈ പറയുന്ന വ്യോമസേന അല്ലെങ്കിൽ ഒരു മിലിറ്ററി എക്സസൈസ്, അതിൽ ആരൊക്കെയാണുള്ളത്? ഒന്ന് ഓൾറെഡി ഇന്ത്യ ഉണ്ട്. ഇന്ത്യയുടെ കൂടെ ആരുണ്ട്? UAE ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ പ്രാവശ്യത്തെ നമ്മളുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള ഫ്രാൻസും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ ഫ്രാൻസ്, ഇന്ത്യ, UAE ഈ പറയുന്ന എല്ലാവരും കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്ത്? ഡെസേർട്ട് നൈറ്റ്. നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം, ഇന്ത്യയുടെ സൈനിക അഭ്യാസങ്ങൾ എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? സൈനിക അഭ്യാസങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് എഴുതുക. എന്നിട്ട് അതിനടിയിൽ ഇതുപോലെയുള്ള സൈനിക അഭ്യാസങ്ങളുടെ ഒക്കെ പേര് എഴുതുക. അതിൽ എന്തായാലും ഇന്ത്യ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇന്ത്യയുടെ കൂടെയുള്ള രാജ്യം ഏതാണ്? അതൊന്ന് മെൻഷൻ ചെയ്യാം. അടുത്തത്, ലോകത്തിലെ അല്ലെങ്കിൽ ടെന്നീസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ ലോക 1-ാം നമ്പർ പുരുഷ ഡബിൾസ് താരം ആരാണ്? രോഹൻ ബൊപ്പണ്ണ. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? വേൾഡ് നമ്പർ 1 ആയിട്ടുണ്ട്. വേൾഡ് നമ്പർ 1 ആകുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ്? രോഹൻ ബൊപ്പണ്ണയാണ്. ഇപ്പൊ ഇദ്ദേഹം ഫ്രഞ്ച് ഓപ്പണിൽ കിരീടം കൂടി നേടിയിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾക്ക് പറയാം. നെക്സ്റ്റ് വൺ, 2024 ജനുവരി 24-ന് പ്രതിരോധ മന്ത്രാലയം ഇന്ത്യ കോസ്റ്റ് ഗാർഡിനായി 14 ഫാസ്റ്റ് പെട്രോളിംഗ് കപ്പലുകൾ വാങ്ങാൻ ഏത് കപ്പൽ നിർമ്മാതാക്കളുമായിട്ടാണ് കരാർ ഒപ്പുവെച്ചത്? മെഡഗോൺ ഡോട്ട് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് എന്ന് പറയും. സോറി, മാസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്. അപ്പൊ ഇവരുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം 14 ഫാസ്റ്റ് പെട്രോളിംഗ് കപ്പലുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. 2024 ജനുവരി 24-ന് വിക്ഷേപിച്ച അമ്യൂണിഷൻ കം ടോർപിഡോ കം മിസൈൽ ബാച്ച് അവ എൽസാം 19 നിർമ്മിച്ച കപ്പൽ നിർമ്മാതാക്കൾ ആരാണ്? അത് സൂര്യദീപ പ്രൊജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ജസ്റ്റ് ഒരു പേര് ഒന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയിൽ എല്ലാ വർഷവും ദേശീയ പെൺകുട്ടി ദിനമായി ആഘോഷിക്കുന്നത് ഏതാണ്? ജനുവരി 24-ആണ്. ഓക്കെ, അപ്പൊ ദേശീയ പെൺകുട്ടി ദിനമായി ആചരിക്കുന്നത് ജനുവരി 24-ആണ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ആദ്യ AI അധിഷ്ഠിത ഓങ്കോളജി സെന്റർ എവിടെയാണ്? അത് ബാംഗ്ലൂരുവിലാണ് നിലവിൽ വരുന്നത്. കേരളത്തിലെ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച വിദഗ്ധ കമ്മിറ്റി ആരാണ്? ഖാദർ കമ്മിറ്റി എന്ന് പറയും. ഖാദർ കമ്മിറ്റി ഇപ്പൊ റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. കുനോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടാണ്? മധ്യപ്രദേശ്. നമ്മളിപ്പം നെമീബിയയിൽ നിന്ന് ആഫ്രിക്കയിൽ നിന്ന് നെമീബിയയിൽ നിന്നും പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നൊക്കെ ഈ പറയുന്ന ചീറ്റകളെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന
ചീറ്റകളെ കൊണ്ടുവന്ന ചീറ്റ റീഹാബിലിറ്റേഷൻ പ്രൊജക്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഒരു പ്രൊജക്ട്, അതിന് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന വളരെ നിർണായകമായ ഒരു ഉദ്യാനം ഏതാണ്? കുനോ നാഷണൽ പാർക്കാണ്. അതെവിടെയാണ്? മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഏത് രാജ്യത്തിനാണ് വെട്ടുകിളി ശല്യം നേരിടാൻ വേണ്ടി 40,000 ലിറ്റർ മാലത്തിയോൺ കീടനാശിനി നൽകിയത്? അഫ്ഗാനിസ്ഥാൻ. ഇപ്പൊ സ്വാഭാവികമായും അഫ്ഗാനിസ്ഥാനിൽ ഈ പറയുന്ന താലിബാൻ ഗവൺമെന്റ്, കാരണം താലിബാൻ ഗവൺമെന്റിനെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? അംഗീകരിച്ചിട്ടില്ല. കാരണം US-ഉമായുള്ള ആ ഒരു ബന്ധത്തിന്റെ കാരണത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? താലിബാൻ എതിരെ, അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ എതിരെയാണല്ലോ US എന്ത് ചെയ്തത്? യുദ്ധം നടത്തി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? US-ന്റെ ആ ഒരു പ്രഷർ കാരണം നമ്മൾ താലിബാനെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ താലിബാനുമായിട്ട് ഇപ്പം ചൈന പോലെയുള്ള രാജ്യങ്ങളൊക്കെ ബന്ധം അവര് അതിനെ അംഗീകരിക്കുകയും അതിനെ ഔദ്യോഗികമായ അംഗീകാരം നൽകുകയൊക്കെ ചെയ്യുമ്പോൾ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ട് എന്തില്ല? ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഇല്ല എന്ന് വേണം നമുക്ക് പറയാം. അപ്പൊ ഈ ഒരു ഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ വെട്ടുകിളി ശല്യം നേരിടാൻ വേണ്ടി 40,000 ലിറ്റർ മാലത്തിയോൺ കീടനാശിനി അഫ്ഗാനിസ്ഥാനാണ് നൽകിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞുമല ഏതാണ്? A23A എന്ന് പറയും. ഓക്കെ, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. 2023 സാങ്കല്പിക ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ നായകനായി ICC പ്രഖ്യാപിച്ചത് ആരെയാണ്? രോഹിത് ശർമ്മ. നേരത്തെ ഞാൻ പറഞ്ഞു ODIയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ്. T20 ആരാണ്? സൂര്യകുമാർ, SKY എന്ന് പറയും, സൂര്യകുമാർ യാദവ് ആണ്. ടെസ്റ്റ് ക്യാപ്റ്റൻ ആരാണ്? പാറ്റ് കമിൻസ് ആണ്. അഥവാ കഴിഞ്ഞ ഓസ്ട്രേലിയയെ ഈ പറയുന്ന മീൻസ് വേൾഡ് കപ്പ് വിജയത്തിലേക്ക് എത്തിച്ച പാറ്റ് കമിൻസ് എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റനാണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരമാരാണ്? ഈ പറയുന്ന അനുപ്രിയയാണ്. ഓക്കെ, അപ്പൊ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എവിടെയായിരുന്നു നടന്നത്? തമിഴ്നാടുവിലാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന തമിഴ്നാടുവിൽ നടന്ന ഈ പറയുന്ന ഒരു മത്സരത്തിൽ കേരളത്തിന് വേണ്ടി ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരമാരാണ്? അനുപ്രിയയാണ്. ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടി വേദി എവിടെയാണ്? തിരുവനന്തപുരമാണ്. അപ്പൊ ഇന്ത്യയിൽ തന്നെ നടക്കുന്ന പ്രഥമ കായിക ഉച്ചകോടി, അതിന്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരം. അപ്പൊ കേരളത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലെ ഫസ്റ്റ് കായിക ഉച്ചകോടി നടക്കുന്നത്. 2024 ജനുവരിയിൽ അന്തരിച്ച മുൻ ഇറ്റാലിയൻ ഫുട്ബോൾ താരമാരാണ്? ലൂയിജി റിവ എന്ന് പറയും. ഇവിടെ 2-3 കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കണേ. ഇത് ചിലപ്പോൾ തിരിച്ചും മറിച്ചും ചോദിക്കും. ഇപ്പം 2024 ജനുവരിയിൽ അന്തരിച്ച ഇറ്റാലിയൻ താരമായിരുന്ന ലൂയിജി റിവ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ലൂയിജി റിവ എന്ന് പറയുന്ന ഫുട്ബോൾ താരം ഏത് രാജ്യത്തെ ആളാണ്? അപ്പൊ ഇറ്റാലിയൻ ആണ്. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഫാക്ടുകൾ, അത് തിരിച്ചും മറിച്ചും ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യണം? ആൻസർ ചെയ്യാൻ സാധിക്കണം. ദേശീയ സമ്മതിദായക ദിനം, വോട്ടേഴ്സ് ഡേ എന്താണ്? ജനുവരി 25 ആണ്. 1950 ജനുവരി 25-നല്ലേ ഈ പറയുന്ന ദേശീയ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമാകുന്നത് എപ്പോഴാണ്? ഈ പറയുന്ന ജനുവരി 25-നല്ലേ. ഓക്കെ, അപ്പൊ ജനുവരി 25 1950-നാണ് ഇന്ത്യയുടെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനുവരി 25 എന്ത് ചെയ്യുന്നത്? നാഷണൽ വോട്ടേഴ്സ് ഡേ ആയി ആഘോഷിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന നഗരം ഏതാണ്? കൊച്ചിയാണ്. നേരത്തെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് അത് ഏത് ഗ്രാമമാണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? സിറ്റി ചോദിച്ചാൽ അത് കൊച്ചിയാണ്. ഇനി IT പ്രൊഫഷണലുകളായ സ്ത്രീ സംരംഭകർക്ക് വേണ്ടി ഷീ ഹബ്ബ് ഏത് അല്ലെങ്കിൽ ഇത്തരത്തിൽ തൊഴിലിടം ഒരുക്കുന്ന കോർപ്പറേഷൻ ഏതാണ്? ട്രിവാൻഡ്രം. അപ്പൊ ട്രിവാൻഡ്രം ഒരു IT പ്രൊഫഷണൽ അല്ലെങ്കിൽ IT ഹബ്ബായി മാറുന്നുണ്ട്. അവിടെ തന്നെ സ്ത്രീ സംരംഭകർക്ക് വേണ്ടി ഒരു ഷീ ഹബ്ബ് ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ആരാണ്? ട്രിവാൻഡ്രം കോർപ്പറേഷൻ ആണ്. ഓക്കെ, ഇപ്പൊ ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മാലിദ്വീപിലേക്ക് പുറപ്പെട്ടിരിക്കുന്ന ചൈനീസ് ചാരക്കപ്പൽ ഏതാണ്? സിയാങ് യാങ് ഹോങ് 3 ആണ്. സിയാങ് യാങ് ഹോങ് 3 ആണ് ഇന്ത്യക്ക് ഭീഷണി ഉയർത്തിക്കൊണ്ട് മാലിദ്വീപിലേക്ക് പുറപ്പെട്ടിരിക്കുന്ന ചൈനീസ് ചാരക്കപ്പൽ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന മാൽദീവ്സിലേക്ക്, ഇപ്പൊ മാൽദീവ്സുമായുള്ള ബന്ധം ആകെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്.
ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്ന ഇന്ത്യയുടെ സൈന്യത്തെ റീപ്ലേസ് ചെയ്യും. ആര് റീപ്ലേസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ റീസെന്റ് ആയിട്ടുള്ള ന്യൂസുകളിൽ കാണുന്ന ഒരു കാര്യം എന്താണ്, അവരുടെ സേനയെ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു എന്ന് പറയും. അപ്പോ ഇവിടെ ചൈനയുടെ ചാരക്കപ്പൽ എന്ത് ചെയ്യുന്നുണ്ട്, മാൽദീവ്സിലേക്ക് വരുന്നുണ്ട്, പുറപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ചാരക്കപ്പൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ചൈനയുടെ ചാരക്കപ്പൽ മാൽദീവ്സിൽ വരുന്നു എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭീഷണി തന്നെയാണ്. എല്ലാ വാർഡുകളിലും ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച ആദ്യ പഞ്ചായത്ത് ഏതാണ്? പുന്നപ്ര സൗത്ത് എന്ന് പറയും. ഓക്കെ, പുന്നപ്ര തെക്ക് അല്ലെങ്കിൽ പുന്നപ്ര സൗത്ത് ആണ് എന്ത് ചെയ്യുന്നത്, എല്ലാ വാർഡുകളിലും ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന സംസ്ഥാനത്തെ ആദ്യ പഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചാൽ പുന്നപ്ര സൗത്ത് ആണ്. അടുത്തത്, സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ നൽകുന്ന പദ്ധതി എന്നാണ്? പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന് പറയും. അപ്പൊ സൂക്ഷ്മ അല്ലെങ്കിൽ എന്താണ്, മൈക്രോ അല്ലെങ്കിൽ സെമി എന്റർപ്രൈസസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംരംഭകർക്ക് വായ്പ നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന. അപ്പൊ ഇതുപോലെയുള്ള യോജനകളൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. 2024 പ്രകാരം, ജനുവരി പ്രകാരം ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് സ്വാതിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യമാണ്. അപ്പൊ ഇവര് നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ബാഡ്മിന്റൺ ഓപ്പൺ ഡബിൾസിൽ റണ്ണേഴ്സ് അപ്പ് ആയിരുന്നു, അഥവാ ഫൈനലിൽ എന്ത് ചെയ്തു, പരാജയപ്പെടുന്നവർക്കാണല്ലോ നമ്മൾ റണ്ണേഴ്സ് അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇവര് ഒന്നാമതെത്തിയിരിക്കുന്ന താരം അല്ലെങ്കിൽ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് ആരാണ്? ഇവരാണ്. അടുത്തത് റിപ്പബ്ലിക് ദിനം എന്നാണ് ജനുവരി 26 ആണ്. അപ്പൊ ഈ ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി. അപ്പൊ 1950 ജനുവരി 26-നാണ് എന്ത് ചെയ്തത്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. 1930 അതിന്റെ തൊട്ടു മുമ്പത്തെ വർഷത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ ഒരു മീൻസ് സ്വരാജ് അല്ലെങ്കിൽ സ്വരാജ് എന്ന് പറയുന്നത് പ്രഖ്യാപിക്കുകയും ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നു. 1930 ജനുവരി 26 മുതൽ എന്ത് ചെയ്യും, ഈ പറയുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ജനുവരി 26 ആഘോഷിക്കും എന്നൊക്കെ അന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ് 1949 നവംബർ 26-ന് ഭരണഘടനയുടെ നിർമ്മാണം പൂർത്തിയായിട്ടും അത് നിലവിൽ വന്നത് ജനുവരി 26-നാണ്. അതാണ് റിപ്പബ്ലിക് ദിനം. ഇന്ത്യ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി അഥവാ ഭരണഘടനയുള്ള ഒരു കൃത്യമായ അല്ലെങ്കിൽ ഒരു റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്, തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനുള്ള സംവിധാനമാണ്. അപ്പൊ ആ ഒരു സംവിധാനമുള്ള രാജ്യമായി മാറിയത് 1950 ജനുവരി 26-നാണ്. കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ച് സമയം മുമ്പ് നയപ്രഖ്യാപനം നടത്തിയ ഗവർണർ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. ഇവ റീസെന്റ് ആയിട്ട് അറിയാം, ഇതിനു മുമ്പും 6 മിനിറ്റ് ഒക്കെ നയപ്രസംഗം നടത്തിയ ഗവർണർമാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നിലവിൽ ഏറ്റവും കുറച്ച് സമയം അഥവാ 6 മിനിറ്റ് എന്ന് പറയുന്ന റെക്കോർഡൊക്കെ തകർത്തുകൊണ്ട് വളരെ കുറഞ്ഞ സമയം മാത്രം ഈ പറയുന്ന നയപ്രഖ്യാപനം അല്ലെങ്കിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അടുത്തത്, എല്ലാ ജില്ലകളിലും എന്ത് ചെയ്യുന്നുണ്ട്, സംസ്ഥാന നൈപുണ്യ വികസന കമ്മീഷന് ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് പാപ്പനംകോടാണ്. അപ്പൊ എല്ലാ ജില്ലയിലും ഒരു സ്ഥലത്ത് വരും. ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം, കാരണം ട്രിവാൻഡ്രത്തായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ട്രിവാൻഡ്രത്ത് അത് വരുന്നത് എവിടെയാണ്? പാപ്പനംകോടാണ് വരുന്നത്. ഇനി ഇന്ത്യയിലെ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഒഡീഷ സിംലിപാൽ ദേശീയോദ്യാനത്തിലാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ്? ഒഡീഷയിലെ സിംലിപാൽ എന്ന് പറയുന്ന ദേശീയോദ്യാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കാര്യം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ? സുഗതാ കുമാരിയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് സുഗതാ കുമാരി എന്ന് പറയുന്ന ഒരു കവിയത്രിയെ കുറിച്ച്, ഒരു സാംസ്കാരിക നേതാവിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. നമ്മൾ വീക്ക്ലി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് കുറച്ച് ലെങ്തിയിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് നമ്മൾ ഡെപ്തിലേക്ക് പോകുന്നില്ല. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, സുഗതാ കുമാരിയെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കാം.
2024 ജനുവരിയിൽ അന്തരിച്ച കഥകളി ചെണ്ട ആചാര്യൻ ആരാണ്? ആയാംകുടി കുട്ടപ്പ മാരാർ. അപ്പൊ ആയാംകുടി കുട്ടപ്പ മാരാറാണ് എന്ത് ചെയ്യുന്നത്? 2024 ജനുവരിയിൽ അന്തരിച്ച കഥകളി ചെണ്ട ആചാര്യൻ. ഓക്കെ, അടുത്തത് 2024 ജനുവരിയിൽ തന്നെ ബോക്സിംഗിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഇതിഹാസ താരം ആരാണ്? MC മേരി കോം. അപ്പൊ MC മേരി കോം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ട് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ മീൻസ് വിരമിക്കൽ പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഇവർക്ക് ഒളിമ്പിക് മെഡലോ എന്തൊക്കെ മെഡലുകളാണ് ലഭിച്ചിരിക്കുന്നത്, അതിന്റെ ഒരു ടാലി ജസ്റ്റ് ഒന്ന് അറിയുമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അടുത്തത് ICC അവ ഏറ്റവും മികച്ച ഏകദിന ക്രിക്കറ്റർക്കുള്ള ICC പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ നേരത്തെ ഞാൻ പറഞ്ഞു, ശുഭ്മൻ ഗില്ലിന് കിട്ടിയത് BCCIയുടേതാണ്, അഥവാ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെതാണ്. ICCയുടെ ODI താരം, ഏകദിന ക്രിക്കറ്റർ എന്ന് പറയുന്ന താരം ലഭിച്ചിരിക്കുന്നത് ആരാണ്? വിരാട് കോഹ്ലിയാണ്. ഇനി 2024 റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ മുഖ്യാതിഥിയായ ഫ്രഞ്ച് പ്രസിഡന്റ് ആരാണ്? ഇമ്മാനുവൽ മാക്രോൺ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഷീ ഹബ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഷീ ഹബ് എന്ന് പറയുന്ന സ്ത്രീ സംരംഭകർക്ക് വേണ്ടി തൊഴിൽ സംരംഭം, അതിനു വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഓക്കെ, ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി. അപ്പൊ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി ഏതാണ്? തൃശ്ശൂരാണ്. ഏതാണ്? തൃശ്ശൂരാണ് ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി. ഇന്റർനാഷണൽ വുഷു ഫെഡറേഷൻ ഈ വർഷത്തെ വനിതാ അത്ലറ്റ് ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്തത് ആരാണ്? റോഷിബിന ദേവി എന്ന് പറയും, മണിപ്പൂരാണ്. അപ്പൊ ഇന്റർനാഷണൽ വുഷു ഫെഡറേഷൻ ഈ വർഷത്തെ വനിതാ അത്ലറ്റ് ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്തത് ആരാണ്? റോഷിബിന ദേവി എന്ന് പറയും, മണിപ്പൂരാണ്. വിദ്യാഭ്യാസം ഉന്നമനത്തിനായി എന്റെ സ്കൂൾ എന്റെ അഭിമാനം ക്യാമ്പയിൻ ആരംഭിച്ച സ്റ്റേറ്റ് ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഓക്കെ, അപ്പൊ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള എവിടെയാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂരാണല്ലോ സാംസ്കാരിക തലസ്ഥാനം. ഓക്കെ, അതേപോലെ തന്നെ ഇന്റർനാഷണൽ വുഷു ഫെഡറേഷൻ ഈ വർഷത്തെ വനിതാ അത്ലറ്റ് ഓഫ് ദി ഇയർ ആയി റോഷിബിന ദേവിയെയാണ് തിരഞ്ഞെടുത്തത്, മണിപ്പൂർ സ്വദേശിയാണ്. വിദ്യാഭ്യാസം ഉന്നമനത്തിനായി എന്റെ സ്കൂൾ എന്റെ അഭിമാനം, മൈ സ്കൂൾ മൈ പ്രൈഡ് എന്ന് പറയുന്ന ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശ് ആണ്. ദേശീയ ഭൂമിശാസ്ത്ര ദിനം എന്നാണ് ജനുവരി 27. ഓക്കെ, അപ്പൊ ജനുവരി 26 റിപ്പബ്ലിക് ദിനമാണ്. ജനുവരി 27 എന്നാണ് ഭൂമിശാസ്ത്ര ദിനം അല്ലെങ്കിൽ ജിയോളജിക്കൽ ഡേ എന്ന് പറയും. ലോകത്ത് ആദ്യമായി നൈട്രജൻ വാതക വധശിക്ഷ നടപ്പാക്കിയ രാജ്യം. അപ്പൊ നമ്മൾ പറഞ്ഞു നൈട്രജൻ വാതക വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? US ആണ്. ഇത് നടപ്പാക്കിയ രാജ്യവും ഏത് തന്നെയാണ്? US തന്നെയാണ്. ദെൻ ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഗായിക ആരാണ്? ഭവതാരിണി ഇളയരാജ എന്ന് പറയും. ഇളയരാജയുടെ മകള് കൂടിയാണ്. ഭവതാരിണി ഇളയരാജയാണ് എന്ത് ചെയ്തത്? 2024 ജനുവരിയിൽ അന്തരിച്ചത്. ഓക്കെ, അപ്പൊ ഈ നൈട്രജൻ വാതക വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യം ഏതാന്ന് ചോദിച്ചാലും അത് US തന്നെയാണ്. പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാൻ ആരാണ്? പാർവതി ബർവ. അപ്പൊ പാർവതി ബർവ എന്ന് പറയുന്ന ഇന്ത്യയിലെ വനിത പാപ്പാനാണ് എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് പത്മശ്രീ ലഭിക്കുന്നത്. അവ പത്മശ്രീ ലഭിച്ച ആദ്യത്തെ വനിത ആന പാപ്പാൻ എന്ന് പറയുന്നത് പാർവതി ബർവയാണ്. ഓക്കെ, 75ാം റിപ്പബ്ലിക് 2024 75ാമത് റിപ്പബ്ലിക് ദിനമല്ലേ? അതിനോടനുബന്ധിച്ചുകൊണ്ട് 75 രൂപയുടെ നാണയം എന്ത് ചെയ്തിട്ടുണ്ട്? പുറത്തിറക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്? 75 രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി VT ഭട്ടത്തിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയിലാണ് VT ഭട്ടത്തിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്നത്. ഓക്കെ, ആ ഒരു കാര്യവും നിങ്ങൾ എന്ത് ചെയ്യണം? ഓർമ്മയിൽ വേണം. അടുത്തൊരു കാര്യം, 2024 ജനുവരിയിൽ സുപ്രീം കോടതി ജഡ്ജായി ചുമതലയേറ്റത് PB വരാലെ എന്ന് പറയും. ഇദ്ദേഹം എന്താണ്? ഒരു ദളിത് കമ്മ്യൂണിറ്റിയുടെ റെപ്രസെന്റേറ്റീവ് കൂടിയാണ്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി സുപ്രീം കോടതിയിൽ ദളിത് പ്രാതിനിധ്യം എന്ത് ചെയ്യുന്നു? 3ആയി ഉയരുന്നു. ഇദ്ദേഹം കർണാടകയുടെ ചീഫ് ജസ്റ്റിസ് കൂടിയായിരുന്നു. അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ കൊളീജിയം സിസ്റ്റം അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്? നമ്മളെ സഞ്ജയ് കിഷൻ കോൾ ഇദ്ദേഹം വിരമിച്ച ആ ഒരു ഗ്യാപ്പിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഇതോടുകൂടി സുപ്രീം കോടതി എന്ത് ചെയ്യുന്നു?
സുപ്രീം കോടതിയുടെ ഫുൾ സ്ട്രെങ്ത്തിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പൊ 2024 ജനുവരി സുപ്രീം കോടതി ജഡ്ജായി ചുമതലയേറ്റതാരാണ്? ജസ്റ്റിസ് PB വരാലെ എന്ന് പറയും. ഇനി 3 ലക്ഷം കോടി ഡോളർ വിപണി മൂല്യം കൈവരിക്കുന്ന രണ്ടാമത്തെ കമ്പനി ആരാണ്? മൈക്രോസോഫ്റ്റ് ആണ്. ഫസ്റ്റ് ആരായിരുന്നു? ആപ്പിൾ ആയിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കമ്പനി ആയിട്ട് ആര് മാറുന്നുണ്ട്? മൈക്രോസോഫ്റ്റ് മാറുന്നുണ്ട്. അപ്പൊ 3 ലക്ഷം കോടി അഥവാ 3 ട്രില്യൺ ഡോളർ ഈ പറയുന്ന നേട്ടം കൈവരിച്ച രണ്ടാമത്തെ കമ്പനി മൈക്രോസോഫ്റ്റ് ആണ്. ഫസ്റ്റ് ആരാണ്? ആപ്പിൾ ആണ്. ഇനി 36ാമത് കേരള ശാസ്ത്ര കോൺഫറൻസിന് വേദിയാകുന്ന ജില്ല ഏതാണ്? കാസർഗോഡാണ്. ഇനി ICC വനിതാ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവ് ആരാണ്? നാറ്റ് സൈവർ ബ്രണ്ട് എന്ന് പറയും. ഇംഗ്ലണ്ട് താരമാണ്, വനിതാ താരമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ODI താരം ആരായിരുന്നു? പുരുഷന്മാരിൽ വിരാട് കോഹ്ലി ആയിരുന്നു. അപ്പൊ വനിതകളില് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവ് നാറ്റ് സൈവർ ബ്രണ്ട് എന്ന് പറയും. ഇംഗ്ലണ്ടിന്റെ കായിക താരമാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ എത്ര തവണയാണ് ദേശീയ ഗാനം ആലപിക്കുന്നത്? കാരണം ഇപ്പൊ റിപ്പബ്ലിക് ദിനം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പബ്ലിക് ദിനം പരേഡ് ഇപ്പോ നിരന്തരം വാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ 2 തവണ എന്ത് ചെയ്യും? റിപ്പബ്ലിക് ദിന പരേഡിൽ ദേശീയ ഗാനം ആലപിക്കും. ഇനി 75ാം റിപ്പബ്ലിക് ദിനത്തിൽ കേരളത്തിന് എത്ര പത്മ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്? 8 അവാർഡുകൾ. അതേപോലെ എത്ര പത്മഭൂഷൺ അവാർഡുകളാണ് സമ്മാനിച്ചത്? 5 പത്മ വിഭൂഷൺ അവാർഡുകൾ സമ്മാനിച്ചിട്ടുണ്ട്. 5 പത്മവിഭൂഷൺ അവാർഡുകൾ. അപ്പൊ കേരളത്തിന് മൊത്തം 8 പത്മ അവാർഡുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കേരളത്തിന് 8 പത്മ അവാർഡുകൾ ലഭിച്ചു. മൊത്തത്തിൽ എത്ര പത്മവിഭൂഷൺ അവാർഡുകൾ നൽകിയിട്ടുണ്ട്? 5 പത്മവിഭൂഷൺ അവാർഡുകളാണ് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ എത്ര ഗ്യാലൻട്രി അവാർഡുകൾ സായുധ സേനാംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട്? 80 ധീര പുരസ്കാരങ്ങൾ. അപ്പം മരണാനന്തരം ഉൾപ്പെടെ എത്ര ഗ്യാലൻട്രി അവാർഡുകൾ നൽകിയെന്ന് ചോദിച്ചാൽ 80 ധീര പുരസ്കാരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോളണമെന്നില്ല. അടുത്തത് നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കണം. ഇന്ത്യയിലെ ഏത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ആദ്യത്തെ AI യൂണിക്കോൺ കമ്പനിയായത്? കൃത്രിം എന്ന് പറയും. ഓല. ഓക്കെ, അവരുടേതാണ് എന്ത് ചെയ്യുന്നത്? കൃത്രിം എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ 1 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് വേണേ. അപ്പൊ ആദ്യ യൂണിക്കോൺ കമ്പനിയായ AI സ്റ്റാർട്ടപ്പ് ആയ യൂണിക്കോൺ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? 1 ബില്യൺ അതിൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. അപ്പൊ അത് ലഭിച്ചത് ആരാണ്? കൃത്രിം എന്ന് പറയും. ഇത് ഓലയുടെ ഒരു കമ്പനിയാണ്. ഓക്കെ, ഓല. ഓക്കെ, അടുത്തത് 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഒരുമിച്ച് മാർച്ച് ചെയ്ത ആദ്യ ദമ്പതികൾ ആരാണ്? മേജർ ജെറി ബ്ലെയ്സ് ഉണ്ട്, അതേപോലെ തന്നെ ക്യാപ്റ്റൻ സുപ്രീത സെട്ടി. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഒരു കാര്യം ജസ്റ്റ് അഥവാ റിപ്പബ്ലിക് ദിന പരേഡിൽ ഒരുമിച്ച് മാർച്ച് ചെയ്ത ആദ്യ ദമ്പതികൾ ആരാണെന്ന് ചോദിച്ചാൽ ഇവരാണ്. ഈ ഒരു പേര് ഇന്ത്യയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടേണ്ട പേരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായും ഇതൊന്ന് ശ്രദ്ധിക്കണം. അടുത്തൊരു കാര്യം, US-ൽ ശുദ്ധമായ നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധിക്കപ്പെട്ട ആദ്യ വ്യക്തി ആരാണ്? കെനത്ത് സ്മിത്ത് എന്ന് പറയും. നമ്മൾ പറഞ്ഞു US ആണ് ആദ്യമായി തീരുമാനമെടുത്തത്, ആദ്യമായി നടപ്പിലാക്കിയതും US തന്നെയാണ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണ്? കൊട്ടാരക്കരയാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്ന് പറയും. ഓക്കെ, അടുത്തൊരു കാര്യം, ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിർമ്മിക്കുന്ന കണ്ണാടി പാലം ഏത് രാജ്യത്തിനെ മാതൃകയാക്കിയുള്ളതാണ്? അപ്പൊ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിർമ്മിക്കുന്ന ആ ഒരു ഗ്ലാസ് പാലം അല്ലെങ്കിൽ കണ്ണാടി പാലം ചൈനയുടെ അല്ലെങ്കിൽ ചൈനയിലുള്ളതിനെ മാതൃകയാക്കിക്കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഓക്കെ, ഇനി അന്താരാഷ്ട്ര ഡാറ്റ പ്രൈവസി ദിനം എന്നറിയപ്പെടുന്നത് ജനുവരി 28 ആണ്. ജസ്റ്റ് അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു പോയാൽ മാത്രം മതി. പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരൻ ആരാണ്? നാരായണൻ പെരുവണ്ണാൻ. അപ്പൊ EP നാരായണൻ പെരുവണ്ണാനാണ് എന്ത് ചെയ്യുന്നത്? ആദ്യ തെയ്യം കലാകാരൻ. അപ്പൊ പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരൻ ആരാണ്? EP നാരായണൻ പെരുവണ്ണാനാണ്. ഓക്കെ, നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സാഹിത്യശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സുഭാഷ് ചന്ദ്രൻ. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത്രയും സ്പെസിഫിക് ആയിട്ട് ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചു കൊള്ളണമെന്നില്ല, എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സംസ്ഥാനത്ത് ആദ്യമായി തുളസീവനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്?
കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രമാണ്. അപ്പൊ കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായി തുളസി വനം ആരംഭിച്ചത്. അതേപോലെ തന്നെ കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ ആരാണ്, പ്രീതി രചക്, മധ്യപ്രദേശ്. ഇവരാണ് കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ. അപ്പൊ ഈ പറയുന്ന വനിത ഫസ്റ്റ് എന്നാണ് ഫീമെയിൽ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. കാരണം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, സ്പെസിഫിക് ആയി ചോദിച്ചു എന്ന് വരാം. കാരണം ഈ ഒരു വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വനിതകൾ മാത്രം പങ്കെടുക്കുന്ന ബറ്റാലിയൻസ് ഇതുപോലെയുള്ള സംഗതികളൊക്കെ വന്നില്ലേ. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ അതിവേഗ ട്രിപ്പിൾ സെഞ്ചുറി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ താരമാരാണ്, തൻമി അഗർവാൾ. 149 പന്തിലോ അങ്ങനെ എങ്ങാനുമാണ് എന്ത് ചെയ്തത്, ഇദ്ദേഹം ട്രിപ്പിൾ സെഞ്ചുറി നേടിയിരിക്കുന്നത്. ട്രിപ്പിൾ സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 300 റൺ. അതാ ഏകദേശം 200 സ്ട്രൈക്ക് റേറ്റിൽ ഇത്രയും റൺ നേടുക എന്ന് പറയുന്നതൊക്കെ എന്താണ്, വളരെ മീൻസ് ശ്രമകരമായ കാര്യമാണ്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ അതിവേഗ ട്രിപ്പിൾ സെഞ്ചുറി എന്ന് പറയുന്ന ലോക റെക്കോർഡ് ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്, തൻമയ് അഗർവാളിനാണ്. ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ടെന്നീസ് വേൾഡ് നമ്പർ 1 ആകുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്നതായിരുന്നു. ഇദ്ദേഹം ഫ്രഞ്ച് ഓപ്പൺ ഫ്രഞ്ച് അല്ല, ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയതോടുകൂടി ഗ്രാൻഡ് സ്ലാം നേരിടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരം എന്ന് പറയുന്ന റെക്കോർഡ് ആർക്ക് ലഭിച്ചിട്ടുണ്ട്, 43-ാമത്തെ വയസ്സിലാണല്ലോ രോഹൻ ബൊപ്പണ്ണ എന്ത് ചെയ്തത്, ഗ്രാൻഡ് സ്ലാം നേടിയത്. അപ്പൊ ഡബിൾസിൽ ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന് പറയുന്ന റെക്കോർഡ് ആർക്കാണ്, രോഹൻ ബൊപ്പണ്ണക്കാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്, അരീന സെബലങ്കയാണ്. ഓക്കെ, അടുത്തൊരു കാര്യം, തുടർച്ചയായി 6ാം തവണയും പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന രാജ്യത്തെ 2ാമത്തെ പ്രധാനമന്ത്രി ആരാണ്, നിർമ്മല സീതാരാമൻ. ഫസ്റ്റ് ആരായിരുന്നു എന്ന് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഫസ്റ്റ് ഫിനാൻസ് മിനിസ്റ്റർ ആരായിരുന്നു, അഥവാ 6 തവണ ബജറ്റ് അവതരിപ്പിച്ച, പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിച്ച രാജ്യത്തെ 2ാമത്തെ പ്രധാനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. അങ്ങനെയാണെങ്കിൽ 1ാമത്തേത് ആരായിരുന്നു എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഫിഷിംഗ് 20 ഫാക്ടറി എവിടെയാണ് വരുന്നത്, ആലപ്പുഴയിലാണ്. അപ്പൊ ആലപ്പുഴയിലാണ് എന്ത് ചെയ്യുന്നത്, കേരളത്തിലെ ആദ്യത്തെ ഫിഷിംഗ് ട്വിൻ ഫാക്ടറി എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഏത് ജില്ലയിലാണ്, ആലപ്പുഴ ജില്ലയിലാണ് വരുന്നത്. ഇനി ഇപ്പൊ റീസെന്റ് ആയിട്ട് ആദ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ അസംബ്ലി ലൈൻ നിർമ്മിക്കാൻ ഇന്ത്യയും ഏത് കമ്പനിയുമാണ് സഹകരിക്കുന്നത്, അവ ടാറ്റ ഗ്രൂപ്പും അതേപോലെ തന്നെ ഈ പറയുന്ന എയർബസും സഹകരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രൈവറ്റ് ഹെലികോപ്റ്റർ അസംബ്ലി ലൈൻ നിർമ്മിക്കാൻ വേണ്ടിയുള്ള സംവിധാനം വരുന്നത്. അപ്പൊ എയർബസും ടാറ്റയുമാണ്. ഓക്കെ, അപ്പൊ ഇത് റീസെന്റ് ആയിട്ട് നമ്മളെ റിപ്പബ്ലിക് ഡേ പരേഡിന്റെ ഭാഗമായിട്ട് ഫ്രാൻസും നമ്മൾ ഒരുപാട് ടൈപ്പുകൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻഡിജിനസ് ആയിട്ടുള്ള സിവിലിയൻ ഹെലികോപ്റ്റർ നിർമ്മിക്കാനുള്ള ഒരു പദ്ധതി. ഇനി ഏത് രാജ്യവുമായിട്ടാണ് സദാ തെൻസീഖ് എന്ന് പറയുന്ന ഒരു സംയുക്ത സൈനികാഭ്യാസം, അത് സൗദി അറേബ്യയുമായിട്ടാണ്. അപ്പൊ ഇന്ത്യയും സൗദി അറേബ്യയും, ഇന്ത്യയും UAE തമ്മിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ഡിസേർട്ട് നൈറ്റ് എന്ന് പറയുന്ന, ഇന്ത്യയും UAE മാത്രമല്ല അതിൽ ഫ്രാൻസ് കൂടിയുണ്ട്. ISROയുടെ ബഹിരാകാശ പ്ലാറ്റ്ഫോമായ പോയം 3 വിക്ഷേപിച്ചത് ഏത് വിക്ഷേപണ വാഹനമാണ്, PSLV C-58. അപ്പൊ ഈ PSLV C-58 ഇതിൽ വിക്ഷേപിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ചന്ദ്രയാൻ 3, അതേപോലെ തന്നെ ആദിത്യ L1, ഓക്കെ, അതേപോലെ തന്നെ ഇപ്പൊ ഉള്ള ആസ്ട്രോസാറ്റ്, ഇപ്പൊ എക്സ്പോസാറ്റ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സാറ്റലൈറ്റുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വെഞ്ചേഴ്സ് ഒക്കെ ഏത് വാഹനത്തിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. ഇനി 2024 ജനുവരി 27 ഈജിപ്തിൽ നടന്ന ലോകകപ്പിൽ റിതം സാങ്വാനും ഉജ്ജൽ മാലിക്കും സ്വർണം നേടിയത് ഏത് വിഭാഗത്തിലാണ്, ഷൂട്ടിംഗ് വിഭാഗത്തിലാണ്. ഇനി ഇന്ത്യയുടെ യുവശക്തിയെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി കൗശൽ ഭവൻ ഉദ്ഘാടനം ചെയ്തത് ആരാണ്, ദ്രൗപദി മുർമു ആണ്. അപ്പൊ കൗശൽ ഭവൻ ഉദ്ഘാടനം ചെയ്തത് ആരാണ്, ദ്രൗപദി മുർമു ആണ്. ഓക്കെ, ലോകത്തെ ആദ്യമായി മെലനാസ്റ്റിക് ടൈഗർ സഫാരി പാർക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതെവിടെയാണ്, ഒഡീഷയിലാണ് നിലവിൽ വരുന്നത്. അപ്പൊ ലോകത്ത് ആദ്യമായിട്ട് മെലാനിസ്റ്റിക് ടൈഗർ സഫാരി പാർക്ക് അല്ലെങ്കിൽ സഫാരി നിലവിൽ വരുന്നത് എവിടെയാണ്, ഒഡീഷയിലാണ്.
ഇനി വാർഷിക റിപ്പോർട്ട് 2022 അനുസരിച്ച് വിദ്യാഭ്യാസമില്ലാത്ത ഗ്രാമീണ അമ്മമാർ ഏറ്റവും കുറവുള്ള സ്റ്റേറ്റ് ഏതാണ്? കേരളമാണ്. അപ്പോൾ വിദ്യാഭ്യാസമില്ലാത്ത ഗ്രാമീണ അമ്മമാർ ഏറ്റവും കുറവുള്ള സ്റ്റേറ്റ് ഏതാണ്? കേരളമാണ്. അപ്പൊ കേരളത്തിൽ വിദ്യാഭ്യാസമില്ലാത്ത അമ്മമാരുടെ എണ്ണം അത്രയും കുറവാണ്. അത് കേരളമാണ്. കാരണം സാക്ഷരത പോലെയുള്ളതിൽ മുന്നിട്ട് നിൽക്കുന്ന സ്റ്റേറ്റ് ആണല്ലോ കേരളം. അപ്പൊ ഡൽഹി ഹൈക്കോടതി ജഡ്ജായി നിയമിക്കുന്നതിന് SC കൊളീജിയം അഥവാ സുപ്രീം കോടതി കൊളീജിയത്തിൽ നിന്ന് ശക്തമായ പിന്തുണ ലഭിച്ച സ്വവർഗാനുരാഗ അഭിഭാഷകന്റെ പേരെന്താണ്? സൗരഭ് കീർവാൽ. അപ്പൊ ഇദ്ദേഹം എന്താണ്? ഒരു ഹോമോസെക്ഷൽ ആണ്. അപ്പൊ സ്വവർഗാനുരാഗിയാണ്. അപ്പൊ ആ ഒരു അഭിഭാഷകൻ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം ഡൽഹി ഹൈക്കോടതി ജഡ്ജായി നിയമിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായ സപ്പോർട്ട് എവിടുന്ന് കിട്ടിയിട്ടുണ്ട്? കൊളീജിയത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. 2024 ഫെബ്രുവരിയിൽ AH-64 ഈ പറയുന്ന അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്റർ കരസേനക്ക് ഇന്ത്യയിൽ ഏത് കമ്പനിയാണ് പുറത്തിറക്കുന്നത്? ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. 2024 ഫെബ്രുവരിയിൽ ആദ്യത്തെ AH-64 അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്റർ കരസേനക്ക് വേണ്ടി ഏത് കമ്പനിയാണ്? ടാറ്റ എയറോസ്പേസ് ലിമിറ്റഡ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു ഹെലികോപ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്? എയർബസും ടാറ്റയും തമ്മിൽ എന്തുണ്ട്? ഓൾറെഡി അടുത്തൊരു എന്ത് ചെയ്യുന്നുണ്ട്? അസംബ്ലി ലൈൻ ഉണ്ട്. അപ്പൊ ഈ പറയുന്ന AH-64 ഈ പറയുന്ന അപ്പാച്ചെ എന്നാണ് ഒഫൻസീവ് ആയിട്ടുള്ള ഹെലികോപ്റ്റർ കരസേനക്ക് നൽകിയത് ടാറ്റ എയറോസ്പേസ് ലിമിറ്റഡ് ആണ്. 2023 ജനുവരി 23 നാവികസേന കമ്മീഷൻ ചെയ്യുന്ന 5ാമത്തെ കാൽവാരി ക്ലാസ് അന്തർവാഹിനി ഏതാണ്? വഗീർ ആണ്. ഓക്കെ, കമ്മീഷൻ ചെയ്യുന്നു, ഡീകമ്മീഷൻ ചെയ്യുന്നു, രണ്ടും രണ്ടാണ്. കമ്മീഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഡീകമ്മീഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്. 5ാമത്തെ കൽവാരി ക്ലാസ് അന്തർവാഹിനി ഏതാണ്? വഗീർ എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. അടുത്തത്, നേതാജി സുഭാഷ് ചന്ദ്രബോസിന് സമർപ്പിക്കപ്പെട്ട നിർദ്ദിഷ്ട സ്മാരകത്തിന്റെ മാതൃക 2023 ജനുവരി 23 ആൻഡമാനിലെ ഏത് ദ്വീപിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? റോസ് ദ്വീപ്. ഓക്കെ, അപ്പൊ സ്മാരകത്തിന്റെ മാതൃക എവിടെയാണ്? റോസ് ദ്വീപിലാണ്. ഓക്കെ, കരസേനയിലെ ഏതാണ്ട് 108 വനിതാ ഓഫീസർമാരെ സൈനിക യൂണിറ്റുകളെ നയിക്കാൻ യോഗ്യരാക്കുന്നതിന് ഏത് റാങ്കിലേക്കാണ് സ്ഥാനക്കയറ്റം നൽകുന്നത്? അപ്പൊ വനിതാ ഓഫീസർമാരെ സൈനിക യൂണിറ്റുകളുടെ ലീഡർ ആക്കാൻ വേണ്ടി, ലീഡിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കേണൽ എന്ന് പറയുന്ന റാങ്കിലേക്കാണ് സ്ഥാനക്കയറ്റം നൽകുന്നത്. അപ്പൊ ഏകദേശം 108 വനിതാ ഓഫീസർമാർ എന്ത് ചെയ്യുന്നുണ്ട്? കേണൽ പദവിയിലേക്ക് നൽകിയിട്ട് അവർക്ക് സൈനിക യൂണിറ്റുകളുടെ ലീഡർഷിപ്പ് റോൾ നൽകുന്നുണ്ട്. ഇന്ത്യയിൽ വെച്ച് അന്തരിച്ച ഏത് രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ബദര അലിയു ജോഫ്? ഗാംബിയയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ബദര അലിയു ജോഫ്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക, കാരണം ഇന്ത്യയിൽ വെച്ചാണ് മരിച്ചത്. ഹോക്കി ലോകകപ്പിൽ ഏത് ടീമിനെ 14-0 പരാജയപ്പെടുത്തിയാണ് നെതർലാൻഡ് ചരിത്രം സൃഷ്ടിച്ചത്? ചിലിയെ. അപ്പൊ 2023 ഹോക്കി ലോകകപ്പിൽ ഏത് ടീമിനെ 14-3 ചിലി എന്ന് പറയുന്ന ടീമിനെ 14-0 പരാജയപ്പെടുത്തിയാണ് നെതർലാൻഡ് എന്ത് ചെയ്തത്? ഹോക്കി ലോകകപ്പ് ചരിത്രത്തിലെ വളരെ വലിയ ഒരു ചരിത്രം കുറിച്ചിരിക്കുന്നത്. US മെരിലാൻഡിന്റെ ലഫ്റ്റനന്റ് ഗവർണറായി ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്ത് ചരിത്രം സൃഷ്ടിച്ച ഇന്ത്യൻ അമേരിക്കൻ രാഷ്ട്രീയക്കാരൻ ആരാണ്? അരുണ മില്ലർ എന്ന് പറയും. ഓക്കെ, അപ്പൊ US മെരിലാൻഡ് ലഫ്റ്റനന്റ് ഗവർണർ. അപ്പൊ US മെരിലാൻഡിന്റെ ലഫ്റ്റനന്റ് ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ ഇന്ത്യൻ അമേരിക്കൻ രാഷ്ട്രീയക്കാരൻ ആരാണ്? അരുണ മില്ലർ ആണ്. അടുത്തൊരു കാര്യം, ഇന്ത്യയിൽ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാങ് റോഡ്. അപ്പൊ സ്റ്റീൽ സ്ലാങ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റീലിന്റെ വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ യൂസ് ചെയ്തിട്ട് NH-66 മുംബൈ ഗോവ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്റ്റീൽ സ്ലാങ് റോഡ് എവിടെയാണ്? NH-66 മുംബൈ ഗോവ ഈ പറയുന്നതാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ 40 വർഷത്തെ സേവനത്തിന് ശേഷം ഇന്ത്യൻ നാവികസേന നേരത്തെ കമ്മീഷൻ ചെയ്തതാണ് INS ചീറ്റ, INS ഗുൽദാർ, INS കുംബീർ. ഈ പറയുന്ന 3 എണ്ണമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഡീകമ്മീഷൻ ചെയ്തിരിക്കുന്നത്. 40 വർഷത്തോളം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ പറയുന്ന 3ഉം ഡീകമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ഇനി ബോയിങ് ഇന്ത്യയിലെ ആദ്യ വിതരണ കേന്ദ്രം എവിടെയാണ്? ഗുർജയിൽ, ഉത്തർപ്രദേശിലാണ് എന്ത് ചെയ്യുന്നത്? തുറക്കുന്നത്.
9ാം ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ മുദ്രാവാക്യം എന്താണ്? ശീതകാല സ്വപ്നം, ഏഷ്യക്കിടയിലുള്ള പ്രണയം, ലവ് ആൻഡ് അഫെക്ഷൻ എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത് 9ാം ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ മുദ്രാവാക്യം. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ എവിടെയാണ്? വിജയവാഡയിലാണ് എന്ത് ചെയ്യുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വിജയവാഡ ബിലോങ്സ് ടു വിച്ച് സ്റ്റേറ്റ്? ഓക്കെ, ഇപ്പൊ ഇത് 206ഓളം അടി ഉയരമുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ ആദ്യം ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. ഓക്കെ, വിജയവാഡ ഏത് സ്റ്റേറ്റിലാണ്? അതേപോലെ തന്നെ ആരാണ് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്? ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 100 മത്സരങ്ങൾ പൂർത്തിയാക്കിയ കേരള താരമാരാണ്? രോഹൻ പ്രേം. ചന്ദ്രോപരിതലത്തിൽ മൃദുലമായി ഇറങ്ങുന്ന സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യമാരാണ്? ജപ്പാനാണ്. ഓക്കെ, അപ്പൊ ഓൾറെഡി US ഉണ്ട്, USSR ഉണ്ട്, ചൈന, ഇവര് മാത്രമായിരുന്നു സോഫ്റ്റ് ലാൻഡ് ചെയ്തിരുന്നത്. അപ്പോ ഈ പറയുന്ന ചന്ദ്രയാൻ 3യോട് കൂടി ഇന്ത്യ കൂടി ഈ ചിത്രത്തിൽ വന്നു. അതേ സമയത്ത് സൗത്ത് പോളിൽ ലാൻഡ് ചെയ്യുന്ന ഫസ്റ്റ് കൺട്രി ആരാണ്? ചന്ദ്രന്റെ ഉപരിതലത്തിൽ ലാൻഡ് ചെയ്ത രാജ്യങ്ങളാണ് US, USSR, ചൈന. അതേസമയത്ത് സൗത്ത് പോൾ ആദ്യമായി ലാൻഡ് ചെയ്തത് ഇന്ത്യയാണ്. അപ്പോൾ ചന്ദ്രോപരിതലത്തിൽ ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ കൺട്രിയും സൗത്ത് പോളിൽ ലാൻഡ് ചെയ്യുന്ന ഫസ്റ്റ് കൺട്രിയുമാണ് ഇന്ത്യ. അപ്പൊ ചന്ദ്രോപരിതലത്തിൽ ലാൻഡ് ചെയ്യുന്ന 5ാമത് കൺട്രിയാണ് ആര്? ജപ്പാൻ. ജപ്പാന്റെ ആ സ്ലിം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. ഓക്കെ, ജനുവരിയിൽ അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെച്ച ഇന്ത്യൻ വംശജനായ സിംഗപ്പൂർ മന്ത്രി ആരാണ്? എസ് ഈശ്വരൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ എസ് ഈശ്വരൻ ആണ് എന്ത് ചെയ്യുന്നത് 2024 ജനുവരിയിൽ അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെച്ച ഇന്ത്യൻ വംശജനായ സിംഗപ്പൂർ മന്ത്രി. 2024 WHO മലേറിയ വിമുക്തമായി പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യം ഏതാണ്? കേപ്പ് വെർദെ. ഇപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളൊന്നും മലേറിയ മുക്തമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ ഒരു സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത് കോപ്പ് വെർദെ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ രാജ്യം എന്ത് ചെയ്യുന്നത് മലേറിയ മുക്തമായി പ്രഖ്യാപിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല WHO സർട്ടിഫിക്കറ്റ് കൂടി ലഭിക്കുന്നു. 2024 ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി ഏതാണ്? കുവൈറ്റ് ദിനാറാണ്. ഓൾറെഡി ഏറ്റവും മൂല്യമുള്ള കറൻസി ഏതാണെന്ന് നോക്കിയാൽ മതി. അടുത്തത്, ഒയിലാട്ടം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിന്റെ നാടോടി നൃത്തമാണ്? തമിഴ്നാടിന്റെ നാടോടി നൃത്തമാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഒയിലാട്ടം എന്ന് പറയുന്നത്. 2025 മാർച്ച് 15-നകം മാൽദ്വീപിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ട മാൽദ്വീപ്സിന്റെ പ്രസിഡന്റ് ആരാണ്? മുഹമ്മദ് മൊയ്സു. അപ്പൊ ഇദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന മുഹമ്മദ് സ്വാലിഹ് ഇന്ത്യയുമായിട്ട് ഒരു പ്രോ ഇന്ത്യൻ നിലപാടുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് ഒരുപാട് പദ്ധതികൾ സൈൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന മുഹമ്മദ് മൊയ്സു ആണ് എന്ത് ചെയ്യുന്നത് മീൻസ് മാർച്ച് 15-നകം ഇന്ത്യൻ സൈന്യം എന്ത് ചെയ്യണം ഈ പറയുന്ന മാൽദ്വീപ്സിൽ നിന്ന് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അസം സംസ്ഥാനത്തിന്റെ പരമോന്നത ബഹുമതിയായ അസാം വൈഭവ് ആർക്കാണ് ലഭിക്കാൻ പോകുന്നത്? രഞ്ജൻ ഗൊഗോയ് എന്ന് പറയുന്ന മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആൾക്കാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കമന്റുകളും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രചോദനമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ. അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനങ്ങളാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായ രീതിയിൽ പരമാവധി ഉദ്യോഗാർത്ഥികളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഇവിടെ കുറച്ച് ഹോംവർക്കുകൾ ഞാൻ തന്നിട്ടുണ്ട്. ആ പറയുന്ന കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. അടുത്ത വീക്കിലെ ക്ലാസ്സുമായി കാണാം. താങ്ക് യു ഓൾ.